Hi, good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Okay, Sri Lakshmi. Okay, Lakshmi. Good morning. Okay. Okay, Needu, good morning. Navya, okay. Padmasri. Next, okay, welcome. Good morning. Arikana for evening. Good morning, Arikana. Okay. Padmasri, okay. Paru, Rohini, Arikana, Kitana. Anmol, Pinan, Ashwati, Vishaka, Jishan, Soni, okay. Viji, Matthew. Display, okay. Display, Chief 17 to the left. Kitana, okay. Okay. Welcome, good morning. So, HA 17, okay. It is morning. HA 17, HA 18, in HA 19. Right, three batches are PG ullathu, alle? Correct alle? Okay, Asha. Okay, but in HA 17 ഉം 18 ഉം എന്ന പരിചയം ഉണ്ടാവും. ഞാൻ അവർക്ക് ക്ലാസ് എടുത്തിരുന്നു. HA 19 കണക്ക് അറിയുന്നുണ്ടാവില്ല. ഒരു പേര് കൊണ്ടുതരാനാണ് കേട്ടോ. ഓക്കെ, HA 19 ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ബാക്കി 17, 18 ബാച്ചുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 19th ബാച്ചിന് അറിയാത്തതുകൊണ്ടാണ് എന്റെ പേര് വന്ദന എന്നാണ്. ഓക്കെ, ഇനി ഇതൊന്നും എനിക്കറിയാം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഏതാണ്ട് ഡിപ്ലോമയുടെ അല്ലെ 17, 18 ഒക്കെ കോൺവൊക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ അങ്ങനെ കാണാൻ പറ്റി. 19th ബാച്ചില് വരാൻ പോകുന്നതായിരുന്നു അല്ലെ. ഓക്കെ, എന്ത് പറയുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾ എല്ലാവരും ഡിപ്ലോമ കോഴ്സ് ഒക്കെ ഇത് സുഖമായിട്ടിരിക്കുന്നത് ഇത്. ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പുതിയൊരു ക്ലാസ് നമ്മള് PGയുടെ ഒരു പുതിയൊരു കോഴ്സ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ. ഇന്ന് 12 മണി വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. ഞാൻ എന്താന്ന് വെച്ചാൽ നെക്സ്റ്റ് പീരീഡിൽ എടുക്കേണ്ട മിസ്സിന്റെ ലീവാണ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പൊ 12 മണി വരെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ബിഗ് മോർണിംഗ്. അപ്പോ നിങ്ങളെല്ലാവരും ഡിപ്ലോമയൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു PG കോഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. പറയാലോ, ഡിപ്ലോമയ്ക്കാണ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ PGക്കകത്ത് പഠിക്കുന്നത്. അതിൻ്റെതായ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും. ബുദ്ധിമുട്ടൊന്നും പറയാനില്ല. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു PGയിൽ എന്തായാലും പഠിക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ എന്താന്ന് വെച്ചാൽ PG പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന പോലെ എല്ലാത്തിന്റെയും കൺസെപ്റ്റുകൾ നല്ലപോലെ മനസ്സിലാക്കി പോവുക കേട്ടോ. ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ സെന്റൻസ് വായിച്ച്
മനസ്സിലാക്കുന്നതിനോടൊപ്പം നിങ്ങൾ ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആക്കി വെക്കുക. അങ്ങനെയാണ് നമുക്ക് വീഴ്ച പഠിച്ചു പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. കാര്യം ഓരോ ചാപ്റ്ററുകളൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകളൊക്കെയാണ്. അപ്പോ ആ രീതിയിൽ ഓരോ കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. പിന്നെ ക്ലാസ്സിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയാം. ഓൺലൈൻ ചെയ്തിട്ട് ക്ലാസ് എടുക്കുള്ളൂ. ലാസ്റ്റ് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. പതിവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പുതിയതായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നുമില്ല, അറിയാം. ഓക്കെ, ഇപ്പൊ അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? HA19 മാത്സിനോട് ഞാൻ പ്രത്യേകം എടുത്ത് ചോദിക്കുകയാണ്. അവർക്ക് ഒട്ടും പരിചയം ഉണ്ടാവില്ല. ഓക്കെ, വേറെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ? തുടങ്ങിയാലോ? നമുക്ക് പതുക്കെ തുടങ്ങാം കേട്ടോ. പതിയെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി ആണോ? ഓക്കെ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണ്, ശരി. നമ്മുടെ എടുക്കാൻ പോകുന്ന നമുക്ക് ഡിപ്ലോമയില് 4 മൊഡ്യൂൾസ് വരെയാണ് ഉണ്ടായിരുന്നത്. ഈ PGയിൽ നമുക്ക് 5, 6, 7 അങ്ങനെ 3 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മള് 5th മൊഡ്യൂളാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5th മൊഡ്യൂളിലെ 5ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. 5ാമത്തെ ചാപ്റ്ററിന്റെ പേര് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. HRM സ്പെസിമെൻസ് ഓഫ് ഇന്റർവ്യൂ പാനൽ. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ചാപ്റ്റർ നമ്പർ 5 ആണ് കേട്ടോ. 5ാമത്തെ മൊഡ്യൂളിലെ 5ാമത്തെ ചാപ്റ്റർ ആണ് HRM സ്പെസിമെൻസ് ഓഫ് ഇന്റർവ്യൂ പാനൽ. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പൊ നമുക്കറിയാം, നമ്മള് ഡിപ്ലോമ കോഴ്സിൽ നിങ്ങൾ വലിയൊരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിരുന്നു അല്ലെ? വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ? വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം അല്ലെ, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നതുകൊണ്ട്? ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാമോ? നിങ്ങൾക്ക് പറയാമോ? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടുത്തെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ്, ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലെ? ഹ്യൂമൻ റിസോഴ്സസ് ആണ്, ശരിയല്ലേ? അതുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാല് നമ്മൾ പറയും മനുഷ്യ വിഭവങ്ങളാണെന്ന് പറയില്ലേ? എന്ന് പറഞ്ഞാല് ഒരു സ്ഥാപനത്തിന് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടേതായ സ്കില്ലും നോളജും എക്സ്പീരിയൻസും എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്, ശരിയല്ലേ? ഇത് നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സ്കില്ലുകളും, നമ്മുടെ അറിവും, അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസും അല്ലെ? നമ്മൾ മറ്റെവിടെയെങ്കിലൊക്കെ വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ആ എക്സ്പീരിയൻസും എല്ലാം നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും അല്ലെ? അതിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ സ്ഥാപനത്തിൻ്റെതായ ലക്ഷ്യങ്ങളെ നമ്മൾ നേടിയെടുക്കുകയാണ് അല്ലെ? അതുകൊണ്ട് തന്നെ ഏതൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ചും, ഇതൊരു ഹോസ്പിറ്റലിന് മാത്രമല്ല, ഏതൊരു കമ്പനി ആയിക്കോട്ടെ, ഏതൊരു ഓർഗനൈസേഷന്റെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് അല്ലെങ്കിൽ വാല്യൂബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഓക്കെ, പിന്നെ മാത്രമല്ല, ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലൊക്കെ എന്തായിരിക്കും? ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ മാത്രമല്ല, ഇതൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ ബേസ് ചെയ്തിട്ടല്ലേ പഠിക്കുന്നത്? അപ്പൊ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഓർഗനൈസേഷൻ ആണ് അല്ലെ? പബ്ലിക്കിനോട് അതിന് ഒരു കുറച്ച് കമ്മിറ്റ്മെന്റും കാര്യങ്ങളുണ്ട്. അപ്പോ സംഘടനാപരമായിട്ടുള്ള ലക്ഷ്യങ്ങളും അതുപോലെ സാമൂഹികമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതൊരു പബ്ലിക് ഓർഗനൈസേഷൻ ആണ്. അത് സൊസൈറ്റിയോട് അവർക്ക് വലിയൊരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അല്ലെ? അപ്പൊ സാമൂഹികമായിട്ടുള്ള കുറെ ലക്ഷ്യങ്ങളുണ്ട്. അതുകൂടാതെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവരുടേതായ കുറെ ലക്ഷ്യങ്ങളുണ്ട്. ഇത് നമ്മുടെ സ്ഥാപനത്തില് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ?
അത് മാത്രമല്ല നമുക്ക് നമ്മുടെ സ്കില്ലും നമ്മുടെ കരിയറൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പോഷർ കൂടെ അവിടെ നമുക്ക് ഉണ്ടാവണം അല്ലെ. നമുക്ക് സ്വയം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സംഘടനാപരമായിട്ടും സാമൂഹികമായിട്ടും വ്യക്തിപരവുമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മനുഷ്യ വിഭവങ്ങളെ നമ്മൾ മാനേജ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് അല്ലെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് HRM സ്പെസിമെൻസ് ഓഫ് ഇന്റർവ്യൂ പാനലാണ്. ഒരുപാട് ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻസുകൾ നിങ്ങൾക്കറിയാം. ഒരു ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? പ്ലാനിങ് വരുന്നുണ്ട്, ഓർഗനൈസിങ് വരുന്നുണ്ട്, ഡയറക്റ്റിംഗ് വരുന്നുണ്ട് അല്ലെ, മോണിറ്റർ ചെയ്യുന്നുണ്ട് അവരെ. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നത് അല്ലെ. അപ്പോ ആ ഒരു റിക്രൂട്ട്മെന്റ് തൊട്ട്, ശരിക്കും പറഞ്ഞ റിക്രൂട്ട്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, റിക്രൂട്ട്മെന്റിന് മുൻപായിട്ട് തന്നെ നമ്മൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ശരിക്കും പ്രീ റിക്രൂട്ട്മെന്റ് തൊട്ട് ഒരു എക്സിറ്റ് വരെ, അതായത് ആ ഒരു എംപ്ലോയി ആ ഒരു ഓർഗനൈസേഷൻ വിടുന്നത് വരെയുള്ള ആ ഒരു പ്രോസസ്സുകളാണ് നമ്മുടെ HR ഫങ്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഓക്കെ, അതിനകത്ത് റിക്രൂട്ട്മെന്റ് തുടങ്ങി ഈ ഒരു എംപ്ലോയി ആ ഒരു ഓർഗനൈസേഷൻ വിടുന്നത് വരെയുള്ള, ലീവ് ചെയ്ത് പോകുന്നത് വരെയുള്ള ഒരുപാട് ഫങ്ഷൻസുകൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. അതായത് റിക്രൂട്ട്മെന്റ് എങ്ങനെയാണ്, പ്രീ റിക്രൂട്ട്മെന്റ് എങ്ങനെയാണ്, റിക്രൂട്ട്മെന്റ് സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്, ടെസ്റ്റ് നടത്തുന്നുണ്ട് അല്ലേ. അതുപോലെ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന്റെ ബേസ് ചെയ്ത് നമ്മൾ ആളുകളെ എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ ഒരു ഇന്റർവ്യൂ നടത്തുന്നു. അപ്പൊ ഇന്റർവ്യൂ പാനൽ ബോർഡിൽ ആരൊക്കെയാണ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്ത് ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നു. അങ്ങനെ നമ്മൾ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷന്റെ ഭാഗമാക്കി മാറ്റുന്നു. പിന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു അപ്രൈസൽ, അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരു പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ് തൊട്ട് ഒരു എക്സിറ്റ് ഇന്റർവ്യൂ വരെയുള്ള എല്ലാ HR ഫങ്ഷൻസിനെ പറ്റിയിട്ടുമാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ അതിൻ്റെതായ കുറെ ഫോമുകളൊക്കെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. പക്ഷെ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ബുദ്ധിമുട്ടൊന്നുമില്ല, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഈ പറയുന്ന HRM സ്പെസിമെൻസ് ഓഫ് ഇന്റർവ്യൂ പാനൽ. ഒരു ഇൻട്രൊഡക്ഷൻ തന്നോന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ ആണ്. ശരി, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ആദ്യത്തെ നോക്കാം. An administrator of a hospital is handicapped without having the charge of human resources. Another fact about administration is that until and unless the general administration and human resources go hand in hand, the administration cannot prove to be successful. We can witness the same professional dispute in the case of medical administration dealing with technical persons and general administration dealing with non-medical staff members. A general administrator ought to have control over the entire human resource to get a full-fledged control over the hospital irrespective of its status. Okay, നിങ്ങൾ കൂടെ വായിച്ചിരുന്നോ? ഇതിന്റെ കൂടെ വായിച്ചു നോക്കിയോ നിങ്ങള്? ഓക്കെ, വായിച്ചു. എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? എന്തിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്? വേറൊന്നുമല്ല, the importance of human resource in hospital administration. അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഹ്യൂമൻ റിസോഴ്സിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിനെ പറ്റിയിട്ടാണ് ആ ഒരു പാരഗ്രാഫിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് വൈറ്റൽ ഫോർ ദ സക്സസ് ഓഫ് എൻ ഓർഗനൈസേഷൻ.
ഒരു ഓർഗനൈസേഷന്റെ സക്സസിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്, അല്ലെ? അത് മാത്രമല്ല, ആദ്യം പറയുന്നത് എന്താണ്? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ദാറ്റ് ഈസ് ഇൻഎഫക്റ്റീവ് or incomplete without having a control over the human resources. അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സിനകത്ത് ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. ഒരു ഹ്യൂമൻ റിസോഴ്സിന് നമുക്ക് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് തികച്ചും പരാജയമായിരിക്കും, ഇൻഇഫക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഹാൻഡിക്കേപ്പഡ് ആവും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസിൽ ഒരു പ്രോപ്പർ കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് തികച്ചും എന്തായിരിക്കും? ഇൻകംപ്ലീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഇഫക്റ്റീവ് ആയിരിക്കും. അതിപ്പോ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ ബേസ് ചെയ്ത് പറയുന്നു. പക്ഷെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഏതൊരു സ്ഥാപനത്തിനും ഈ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്, അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റൽ മാറ്റി നിർത്തി ഏതൊരു സ്ഥാപനത്തിന്റെയും അഡ്മിനിസ്ട്രേഷൻ അത് ഏറ്റവും ഇഫക്റ്റീവ് ആവണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സിനെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം, അല്ലെ? എങ്കിൽ മാത്രമേ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ സക്സസ് ആക്കാനായിട്ട് സാധിക്കൂ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റർ or administration of a hospital that is handicapped without having the charge of human resources. Okay. പിന്നെ എന്താ പറയുന്നത്? Another fact about administration is that until and unless the general administration and human resources go hand in hand, the administration cannot move to be. അതായത് നമ്മൾ ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷനും ഹ്യൂമൻ റിസോഴ്സസും ഒരേപോലെയാണ് പോകേണ്ടത്. ബോത്ത് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്, രണ്ടും ഒരേപോലെ പോകണം. അഡ്മിനിസ്ട്രേഷൻ ഒരു വഴിക്ക്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വേറൊരു വഴിക്ക് പോയി കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല. രണ്ടും ഒരുപോലെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു ഓർഗനൈസേഷനെ സക്സസ്ഫുൾ ആക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് എന്താണ്? ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ആ ഒരു അഡ്മിനിസ്ട്രേഷനും ഹ്യൂമൻ റിസോഴ്സും തമ്മിലുള്ള ആ ഒരു ഇന്റർ ഡിപ്പെൻഡൻസിനെ പറ്റിയിട്ടാണ് ആ ഒരു സെന്റൻസിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളൊരു കാറിനോട് നോക്കിച്ചാൽ മതി, ഓടുന്ന ഒരു കാർ എന്ന് പറയുന്നത് അത് അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കാം. ഓക്കെ, അതിന്റെ സ്റ്റിയറിംഗ്, അതിന്റെ വീൽസ് എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അപ്പൊ ആ ഒരു ഹ്യൂമൻ റിസോഴ്സസ് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ആ സ്റ്റിയറിംഗും അതുപോലെ തന്നെ ആ വീൽസ് മൂവ് ചെയ്യുമ്പോഴാണ് ആ ഒരു കാർ മൂവ് ചെയ്യുന്നത്, കാർ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. അതുപോലെ തന്നെയാണ് അഡ്മിനിസ്ട്രേഷൻ ഒരു കാറായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാല് അതിന്റെ സ്റ്റിയറിംഗ് വീൽസ് എന്നൊക്കെ പറഞ്ഞ അവർക്ക് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അവർ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ അതിൽ പരസ്പരം എന്താണ്? ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. രണ്ടും ഒരേ രീതിയിൽ പോയെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഓർഗനൈസേഷനെ സക്സസ് ആക്കി മാറ്റാനായിട്ട് പറ്റുള്ളൂ. ബോത്ത് ആർ ക്രൂഷ്യൽ ഫോർ ദ സക്സസ് ഓഫ് എ ഓർഗനൈസേഷൻ. പക്ഷെ എന്താണ്? അത്യാവശ്യം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പറയാൻ നമുക്ക് എളുപ്പമാണ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഒരുപോലെ പോകണം എന്നുള്ളത് അതൊരു ശരിയായൊരു കാര്യമാണ്. പക്ഷെ അത് അത്യാവശ്യം ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഇത് ഒരുമിച്ച് കൊണ്ടുപോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെന്താണ്? We can witness the same professional dispute in the case of medical administration dealing with technical persons and general administration that dealing with the non-medical staff members. ശരിക്കും പറഞ്ഞാല് അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് എവിടെയും കാണാൻ പറ്റുന്ന പറയുന്നത് നമ്മളൊരു ഹോസ്പിറ്റലിലെ ജനറൽ അഡ്മിനിസ്ട്രേഷനും മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനും ഇടയിൽ ഇത്തരത്തിലുള്ള ചെറിയ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവാറുണ്ട്. എന്ന് പറഞ്ഞാല് ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതെന്തുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്? ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിംഗ് ദ അഡ്മിനിസ്ട്രേഷൻ ടാസ്ക് ഓഫ് എ ഹോസ്പിറ്റൽ, അല്ലെ? ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് കൂടുതലും എന്താണ്? നോൺ മെഡിക്കൽ, അതായത് നോൺ ടെക്നിക്കൽ പേഴ്സൺസ് ആയിട്ടാണ് അത് ഡീൽ ചെയ്യുന്നത്, അല്ലെ? അതായത് നോൺ മെഡിക്കൽ സ്റ്റാഫ് മെമ്പേഴ്സ്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, അവര് ഡീൽ ചെയ്യുന്നത് നോൺ മെഡിക്കൽ സ്റ്റാഫ് മെമ്പേഴ്സ് ആണ്, അല്ലെ? മെഡിക്കൽ അല്ലാത്ത അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ടുകളെയാണ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫോക്കസ് ചെയ്യുന്നത്. അതേസമയം മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അത് ഡീൽ ചെയ്യുന്നത് എന്താണ്? ടെക്നിക്കൽ പേഴ്സൺസ് ആണ്. ദാറ്റ് മീൻസ് മെഡിക്കൽ പേഴ്സൺസ് ആണ്, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് മെഡിക്കൽ അനുബന്ധ ജീവനക്കാരെയാണ് അത് ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും ഒരുപോലെ പോയെങ്കിൽ മാത്രമാണ്
നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, അവിടുത്തെ പേഷ്യന്റ് കെയർ ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതായത് ജനറൽ അഡ്മിനിസ്ട്രേഷനും മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനും ഒരുപോലെ പോയിന്റ് മാത്രമാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻസും അവിടുത്തെ പേഷ്യന്റ് കെയറും ഒക്കെ നല്ലൊരു സർവീസ് ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അത് രണ്ട് വഴിക്ക് പോയി കഴിഞ്ഞാൽ കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അവയ്ക്കിടയിൽ ചിലപ്പോൾ ചില ഡിസ്പ്യൂട്ടുകൾ വരാറുണ്ട്. എന്നതുപോലെ തന്നെയാണ് എന്ത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷനും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മൾ പറയില്ല, അഡ്മിനിസ്ട്രേഷനും ഹ്യൂമൻ റിസോഴ്സസും ഒരുപോലെ പോയെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആവുന്നുള്ളൂ. അത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ ഒരു ഡിസ്പ്യൂട്ട് എവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്? ജനറൽ അഡ്മിനിസ്ട്രേഷനും മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനും ഇടയിൽ ഉണ്ടാവാറുണ്ട്. അവിടെയും എന്താണ് ഒരുമിച്ച് പോകുക എന്നുള്ളത് കുറച്ച് ചാലഞ്ചിങ് ആണ്. പക്ഷെ ഒരുമിച്ച് കൊണ്ടുപോയേ മതിയാകും. എങ്കിൽ മാത്രമേ നമുക്കത് സക്സസ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്താണ്? A general administrator ought to have control over the entire human resources to get a full-fledged control over the hospital irrespective of its status. ഒരു ജനറൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ആ ഒരു എൻറ്റയർ ഹോസ്പിറ്റലിനെ കൺട്രോൾ ചെയ്ത് നിർത്തണമെങ്കിൽ അവർക്ക് എന്ത് വേണം? അവിടുത്തെ ഒരു ഹ്യൂമൻ റിസോഴ്സില് എന്തൊക്കെയായിരിക്കണം? കൺട്രോൾ ഉണ്ടായാൽ മതി. അവരെ തന്നെ റെഗുലേറ്റ് ചെയ്യുന്നതിലൂടെ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക്, പ്രത്യേകിച്ച് ഒരു ജനറൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ വേറെ വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. A hospital administration that is ineffective or incomplete without having a control over the human resources. ഒരു ഹ്യൂമൻ റിസോഴ്സസിൽ കൺട്രോൾ ഇല്ലാന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് സക്സസ്ഫുൾ ആക്കി മാറ്റാനായിട്ട് സാധിക്കില്ല. Both the hospital administration and human resource management go hand in hand because both are crucial for the success of an organization. രണ്ടും ഒരു ഓർഗനൈസേഷന്റെ സക്സസിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യ കൺസെപ്റ്റ് മാത്രമാണ് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാവുന്നത്. അതായത് ഇപ്പൊ അതിനകത്ത് പറയുന്നില്ല. പിന്നെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഡീലിംഗ് വിത്ത് ടെക്നിക്കൽ പേഴ്സൺസ് ആണ്. മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഡീലിംഗ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ് മെമ്പേഴ്സ് ആണ്. ടെക്നിക്കൽ പേഴ്സൺസ് ആയിട്ടാണ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡീലിംഗ് വിത്ത്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡീലിംഗ് വിത്ത് നോൺ മെഡിക്കൽ ആയിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി ഒന്ന് ജസ്റ്റ് നമ്മൾ ആ പാരഗ്രാഫ് വായിച്ചു നോക്കി. An administrator of a hospital is handicapped without having the charge of human resources. Another fact about the administration is that until and unless the general administration and human resources go hand in hand, the administration cannot prove to be successful. We can witness the same professional dispute in case of medical administration that dealing with technical person and general administration dealing with the non-medical staff. A general administrator ought to have control over the entire human resource to get a full-fledged control over the hospital irrespective of its status. മനസ്സിലാക്കി വിചാരിക്കുന്നു. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. എന്നിട്ട് അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക കേട്ടോ. ജസ്റ്റ് വായിച്ചു നോക്കി. എല്ലാവർക്കും ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇതാണ് അണ്ടർലൈൻ ചെയ്തതാണ് അല്ലെ? അണ്ടർലൈൻ ചെയ്ത ഭാഗം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെന്റൻസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. An administrator of a hospital is handicapped without having the charge of human resources. നമ്മൾ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് ആണ് ആ ഒരു സെന്റൻസിൽ പറയുന്നത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. അടുത്തത് നെക്സ്റ്റ് പറയുന്നത് എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് എന്നാണ് കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗമാണ്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഹ്യൂമൻ റിസോഴ്സസ് is the set of people
who make up the workforce of an organization, business sector, industry or economy. Underline ചെയ്യാം ട്ടോ. Okay. ആരാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ? അതായത് ഒരു സ്ഥാപനത്തിൽ, ഒരു ഓർഗനൈസേഷനിലോ ഒരു കമ്പനിയിലോ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് അല്ലെ. അവരെന്താ ചെയ്യുന്നത്? അവരുടെ സ്കില്ലും നോളജും എക്സ്പീരിയൻസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അച്ചീവ് ദ ഓർഗനൈസേഷൻസ് ഒബ്ജക്റ്റീവ് അല്ലെ. ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടേതായ സ്കില്ലും നോളജും എക്സ്പീരിയൻസും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സസ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, these are the set of people who make up the workforce. നമുക്ക് അവരെ workforce എന്ന് പറയാം അല്ലെ. അത് workforce of an organization, business sector, industry or economy. ഓക്കെ, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെയോ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയുടെയോ ഒരു എക്കണോമിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫീൽഡിലെയോ വർക്ക് ഫോഴ്സിനെയാണ് നമ്മൾ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Another concept is human capital. നമുക്ക് അവരെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് വിശേഷിപ്പിക്കാം. ശരിയല്ലേ? അവരൊരു മനുഷ്യ മൂലധനമാണ് അല്ലെ. നമ്മുടെ കൺസെപ്റ്റ് ആണ്, ക്യാപിറ്റൽ ആണ് ശരിക്കും ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് അവരെ എങ്ങനെ വിളിക്കാം? ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. മനുഷ്യ മൂലധനം എന്ന് നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. Okay, the knowledge and skills which the individuals command. Similar terms include manpower, labor, personnel, associates of ability. അതൊക്കെ അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. ഹ്യൂമൻ റിസോഴ്സസിന് നമ്മൾ പറയുന്ന മറ്റ് ടേംസുകൾ എന്തൊക്കെയാണ്? മാൻപവർ, വർക്ക് ഫോഴ്സ്, ലേബർ, പേഴ്സണൽ, അസോസിയേറ്റ്സ് ഓഫ് പീപ്പിൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഹ്യൂമൻ റിസോഴ്സസിനെയാണ് കേട്ടോ. ക്ലിയർ? ഹ്യൂമൻ റിസോഴ്സിന് പറയുന്ന മറ്റു പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് വർക്ക് ഫോഴ്സ്, മാൻപവർ, ലേബർ, പേഴ്സണൽ, അസോസിയേറ്റ്സ്, പീപ്പിൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സസിനെയാണ് കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ ആണ് കേട്ടോ. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ അഥവാ HR മാനുവൽ എന്നാണ് പറയുന്നത്. എന്താണ് HR മാനുവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിപ്പോ തന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഒരു അഡ്മിനിസ്ട്രേഷനും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ഒരുപോലെ മുന്നോട്ട് പോകണം. ഒരു ഹ്യൂമൻ റിസോഴ്സസിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ഇഫക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷന്റെ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും റൂൾസും റെഗുലേഷൻസും ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ഗൈഡ് ആണ് എന്ത് ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് പറഞ്ഞാല്? ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഗൈഡ് ആണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് HR റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു റെഫറൻസ് ഗൈഡ് ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? HR മാനുവൽ ഉപയോഗിക്കാം. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ which is considered as the base document that will contain clear-cut rules, regulations of all HR activities inside the hospital, which can be categorized as follows. ചുരുക്കി പറഞ്ഞാല് അതൊരു ബേസ് ഡോക്യുമെന്റ് ആണ് അല്ലെ. കാര്യം എന്താണ്? ഒരു HR റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പോളിസികളും റൂൾസും റെഗുലേഷൻസും പ്രാക്ടീസസും എല്ലാം അടങ്ങിയിട്ടുള്ള ഈ ഒരു ബേസ് ഡോക്യുമെന്റിനെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു മാനുവൽ ശരിക്കും പറഞ്ഞത് ഒരു റെഫറൻസ് ഗൈഡ് ആണ് കേട്ടോ. ഒരു റെഫറൻസ് ഗൈഡ് ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ ആ ഗൈഡ്, ആ മാനുവൽ എന്താണ് നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. അതിന്റെ ഇൻഡെക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സാധാരണ ഒരു ബുക്കിന് ഒരു ഇൻഡെക്സ് കൊടുക്കുന്ന പോലെ ഇതൊരു വളരെ വിപുലമായിട്ടുള്ള ഒരു ഗൈഡാണ് ശരി. ഈ ഗൈഡിന്റെ ഒരു ഇൻഡെക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. 34ഓളം കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് കേട്ടോ. ജസ്റ്റ് നമുക്കതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇതെന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല, പക്ഷെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഫസ്റ്റ് ഇൻഡെക്സിൽ എന്താ വരുന്നത്? ഇൻട്രൊഡക്ഷൻ ആണ് അല്ലെ. ഇൻട്രൊഡക്ഷൻ എല്ലാത്തിനും ഉണ്ടാവും. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? is the overview and its purpose. അല്ലെ, HR മാനുവലിനെ പറ്റിയുള്ള മൊത്തത്തിലുള്ള ഒരു അവലോകനം, അതിന്റെ പർപ്പസ് എന്താണ്, മാനുവൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്,
അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഉൾപ്പെടുത്തുന്നത് അല്ലെ. ഓവർവ്യൂ ആൻഡ് ഇറ്റ്സ് പർപ്പസ്. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? എയിംസ് ഓഫ് HR അല്ലെ, എയിംസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ. ദാറ്റ് മീൻസ് ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് HR മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കറക്റ്റ് ആണ്, ഗോൾസ് അല്ലെ. HR മാനേജ്മെന്റോട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ രേഖപ്പെടുത്തുന്നത്. പിന്നെ വരുന്നത് എന്താണ്? വിഷൻ ആൻഡ് മിഷൻ ആണ് അല്ലെ. ആരുടെ വിഷൻ ആൻഡ് മിഷൻ ആണ്? ആ ഒരു സ്ഥാപനത്തിന്റെ വിഷൻ ആൻഡ് മിഷൻ. നമ്മുടെ സ്ഥാപനം ഹോസ്പിറ്റലാണ്. സോ ഓരോ ഹോസ്പിറ്റലിന് അവരുടേതായ മിഷൻ ഉണ്ടായിരിക്കും അല്ലെ. സോ വിഷൻ ആൻഡ് മിഷൻ ദാറ്റ് മീൻസ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെ. ആ ഒരു സ്ഥാപനത്തിന്റേതായിട്ടുള്ള ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അത് പ്രത്യേകം എന്താണ് പരാമർശിച്ചിരിക്കുന്ന രീതിയിലായിരിക്കും വിഷൻ ആൻഡ് മിഷൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തും. അതായത് എയിംസ് ഓഫ് HR അകത്ത് HRന്റെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് രേഖപ്പെടുത്തുമ്പോൾ വിഷൻ ആൻഡ് മിഷൻ അകത്ത് ആ ഒരു സ്ഥാപനത്തിന്റെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സുകളായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡോക്യുമെന്റ് ചെയ്യുന്നത്. അതിനെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും അവിടെ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ക്വാളിറ്റി പോളിസി. നിങ്ങൾ ഓൾറെഡി ഡിപ്ലോമയിലെ ക്വാളിറ്റി അഷ്വറൻസും ക്വാളിറ്റി മാനേജ്മെന്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. സോ ക്വാളിറ്റി പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷൻസ് കമ്മിറ്റ്മെന്റ് ടു ക്വാളിറ്റി ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. സ്ഥാപനം ഒരു ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റൽ ഒരു പബ്ലിക് ഓർഗനൈസേഷൻ ആണ്. ഏറ്റവും ക്വാളിറ്റി ഉള്ള സർവീസ് പേഷ്യൻസിന് കൊടുക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷന്റെ കമ്മിറ്റ്മെന്റ് ടു ക്വാളിറ്റി ആൻഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആ ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന സർവീസിനോടുള്ള ആ ഒരു ക്വാളിറ്റി കമ്മിറ്റ്മെന്റിനെ പറ്റിയുള്ള പോളിസികളാണ് അതിനകത്ത് രേഖപ്പെടുത്തുന്നത് അല്ലെ. ക്വാളിറ്റി പോളിസി. പിന്നെ അതെന്താണ്? സർട്ടിഫിക്കേഷൻസ് അല്ലെ. സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? ഇൻഫോർമേഷൻസ് ഓൺ സർട്ടിഫിക്കേഷൻ ദാറ്റ് ഈസ് ഹെൽഡ് ബൈ ദ ഓർഗനൈസേഷൻ ഓർ ഇറ്റ്സ് എംപ്ലോയീസ് അല്ലെ. ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് അവർ ഹോൾഡ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ HR മാനുവലിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഓരോന്ന് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും HR-ഉമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിപുലമായിട്ട് തന്നെ നമ്മൾ ഈ മാനുവലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, സർട്ടിഫിക്കേഷൻ. പിന്നെ അടുത്തത് എന്താണ്? അഷ്വറൻസ് ആണ്. എന്ത് അഷ്വറൻസ് ആണ്? ക്വാളിറ്റി അഷ്വറൻസ് പ്രോസസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ക്വാളിറ്റി അഷ്വർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പോളിസികളും പ്രൊസീജിയറുകളും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവിടെ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഇന്റന്റ് ഫോർ ദ ടാലന്റ് അക്വിസിഷൻ. ഇന്റന്റ് ഫോർ ദ ടാലന്റ് അക്വിസിഷൻ ദാറ്റ് മീൻസ് എന്താണ്? ഇസ് ദ റിക്വസ്റ്റ് ഫോർ ഹയറിംഗ് ദ ന്യൂ എംപ്ലോയീസ് അല്ലെ. പുതിയ എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് അല്ലെ. ഇന്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്വസ്റ്റ്. നിങ്ങൾ ഫാർമസിയിൽ പഠിച്ചില്ലേ? ഇന്റന്റിംഗ് ഓഫ് ഡ്രഗ്സ് അല്ലെ. ഡ്രഗ്സിന് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നതാണ്. ഇന്റന്റ് മീൻസ് റിക്വസ്റ്റ് എന്നാണ് അർത്ഥം. അപ്പൊ ഇന്റന്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ ദാറ്റ് മീൻസ് എന്താണ്? റിക്വസ്റ്റ് ഫോർ ഹയറിംഗ് ദ എംപ്ലോയീസ് അല്ലെ. എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അതിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്വസിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് എവിടെയുണ്ട്? HR മാനുവലിനകത്തുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ആപ്ലിക്കേഷൻ ഫോം ഫോർ ഇൻഡക്ഷൻ. എന്താണ്? ആപ്ലിക്കേഷൻ ഫോം ഫോർ ഇൻഡക്ഷൻ. എന്താണ് ഇൻഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻഡക്ഷൻ മീൻസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ എംപ്ലോയീസ് ഇൻ ടു എൻ ഓർഗനൈസേഷൻ. നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക് പുതിയൊരു എംപ്ലോയീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ ഇൻഡക്ഷൻ എന്നാണ് പറയുന്നത്. മനസ്സിലായത്? പുതുതായിട്ട് നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഒരു എംപ്ലോയിനെ നമ്മൾ ആ സ്ഥാപനത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് അല്ലെ. അവരെ നമ്മൾ ആ ഒരു ഓർഗനൈസേഷനിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അല്ലെ. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ ആപ്ലിക്കേഷൻ ഫോം ഫോർ ഇൻഡക്ഷൻ മീൻസ് ഇറ്റ് ഈസ് ദ ഫോം ദാറ്റ് fill out during the induction process. That means it is the form for new employees that to be filled out during the induction process. ഒരു എംപ്ലോയി ഒരു സ്ഥാപനത്തിലോട്ട് കയറുന്ന സമയത്ത് അവർ ഫില്ല് ചെയ്യേണ്ട ഒരു ഫോമാണ് കേട്ടോ. ആപ്ലിക്കേഷൻ ഫോം ഫോർ ഇൻഡക്ഷൻ. അതിനെ പറ്റി അതിനകത്ത് പറയുന്നുണ്ട്, HR മാനുവലിനകത്ത് പറയുന്നുണ്ട്. പിന്നെന്താണ്? ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം. നമ്മൾ ഈ ആളുകൾ തിരഞ്ഞെടുക്കുന്നത് ടെസ്റ്റുകളും ഇന്റർവ്യൂസ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ ആളുകൾ ഹയർ ചെയ്യുന്നത് അല്ലെ. So interview assessment form എന്തായിരിക്കും? It is the form that is used to evaluate the candidates during interview. ഇന്റർവ്യൂ സമയത്ത് നമ്മൾ കാൻഡിഡേറ്റ്സിനെ അസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫോം ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം അല്ലെ. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഫോർമാറ്റും
കൃത്യമായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് HR മാനുവലിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ചെക്ക് ലിസ്റ്റ് ഫോർ സർട്ടിഫിക്കറ്റ് അല്ലെ. ചെക്ക് ലിസ്റ്റ് ഫോർ സർട്ടിഫിക്കറ്റ്സ് എന്താണ്? ലിസ്റ്റ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ഫോർ ദ എംപ്ലോയ്മെന്റ് ഓർ അതർ പർപ്പസ്. നമ്മളിപ്പോ ഒരു ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ യോഗ്യതയുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ കൊണ്ടുപോകാറുണ്ട് അല്ലെ. സോ ഇറ്റ് ഇസ് ദ ലിസ്റ്റ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ഫോർ ദ എംപ്ലോയ്മെന്റ് ഓർ അതർ പർപ്പസ്. എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ കൊണ്ടുപോകുന്ന സർട്ടിഫിക്കറ്റ്സിന്റെ ഒരു ലിസ്റ്റ് അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പിന്നെ എന്താണ്? പാനൽ ഓഫ് ഇന്റർവ്യൂ ബോർഡ്. പാനൽ ഓഫ് ഇന്റർവ്യൂ ബോർഡ് മീൻസ് the list of members who will conduct the interview. അല്ലെ, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണ്, അവരുടെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണ്? പാനൽ ഓഫ് ഇന്റർവ്യൂ ബോർഡ് മീൻസ് the list of members who will conduct the interview. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ്. ഇന്റർവ്യൂ പാനൽ ബോർഡിൽ ആരൊക്കെ ഉൾപ്പെടുത്തണം, എങ്ങനെയുള്ള ആളുകളെയാണ് ഉൾപ്പെടുത്തേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഗൈഡൻസും കാര്യങ്ങളുമാണ് അവിടെ പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് അല്ലെ. ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ഫോർമൽ ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് ടു കാൻഡിഡേറ്റ് അല്ലെ. ആ ഒരു കാൻഡിഡേറ്റിന് ജോലി നമ്മൾ കൊടുക്കുന്ന ഓഫർ ചെയ്യുന്ന ഒരു ലെറ്റർ ആണ് അല്ലെ. ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് ഇത് ഫോർമൽ ഓഫർ ആണ് കേട്ടോ. നമ്മൾ ഔപചാരികമായിട്ട് കൊടുക്കുന്ന ഒരു ഓഫർ ആണ്, വെറുതെ ഓറലി കൊടുക്കുന്ന ഒരു ഓഫർ അല്ല. ഇറ്റ്സ് എ ഫോർമൽ ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് ടു എ കാൻഡിഡേറ്റ്. ദാറ്റ് ഈസ് കോൾഡ് ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? അപ്പോയിന്റ്മെന്റ് ഓർഡർ. അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്താണ്? ഇറ്റ്സ് ദ ഡോക്യുമെന്റ് ദാറ്റ് കൺഫേമിംഗ് ദ എംപ്ലോയീസ് അപ്പോയിന്റ്മെന്റ് അല്ലെ. എംപ്ലോയിയുടെ അപ്പോയിന്റ്മെന്റ് കൺഫേം ചെയ്തുകൊണ്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഇത് അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ജോയിനിങ് ഓർഡർ. ജോയിനിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്യുമെന്റ് ദാറ്റ് കൺഫേമിംഗ് ദ എംപ്ലോയീസ് ജോയിനിങ് ഡേറ്റ്. ആ ഒരു എംപ്ലോയി എപ്പോഴാണ് ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നത്, ആ ജോയിനിങ് ഡേറ്റ് കൺഫേം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ് ജോയിനിങ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്താണെന്ന് നിങ്ങളോട് ചോദിക്കില്ല, ജസ്റ്റ് മനസ്സിലാക്കി പോവുക കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ദ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ജോബ് റോൾസ്. ഓരോ ജോബിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ അവിടെ രേഖപ്പെടുത്തുന്നത് അല്ലെ. ഓക്കെ, അതാണ് എന്ത്? ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇറ്റ് ഇസ് ദ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഈച്ച് ജോബ് ടൈറ്റിൽസ് അല്ലെ. ഓരോ ജോബ് റോളുകളുടെ പ്രത്യേകമായിട്ടുള്ള അതിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. പിന്നെ അടുത്ത എന്താണ്? ജോബ് കൺഫർമേഷൻ ലെറ്റർ. ദാറ്റ് ഈസ് എ ലെറ്റർ ദാറ്റ് കൺഫേമിംഗ് ദ എന്താണ് ജോബ് അല്ലെ. ആ ഒരു ജോബ് കൺഫേം ചെയ്തുകൊണ്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ലെറ്റർ അല്ലെ. ദാറ്റ് ഈസ് കോൾഡ് ജോബ് കൺഫർമേഷൻ ലെറ്റർ. അടുത്തത് എന്താണ്? ഇൻസിഡന്റ് റിപ്പോർട്ടിംഗ് ഓർ ഡിപ്പാർട്ട്മെന്റൽ ഇൻക്വയറി ഫോം. ദാറ്റ് മീൻസ് the form that is used for reporting the incidents or other enquiries അല്ലെ. എന്തെങ്കിലും ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് നടക്കുന്ന എൻക്വയറീസ്, ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറീസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻസിഡൻസ്, അതെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫോമുകളാണ് അല്ലെ. ഇൻസിഡന്റ് റിപ്പോർട്ടിംഗ് ഓർ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ഫോം. അടുത്തത് എന്താണ്? HR അപ്രൈസൽ. അപ്രൈസൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ എംപ്ലോയീസ് പെർഫോമൻസ് അല്ലെ. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ HR അപ്രൈസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവരെ റിക്രൂട്ട് ചെയ്തു, അവർക്ക് ട്രെയിനിങ് കൊടുത്തു, അവരെ ജോലിക്ക് കയറ്റി, അവര് ജോലി ചെയ്യുന്നു, അവരുടെ പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യണം അല്ലെ, ഇവാലുവേറ്റ് ചെയ്യണം. ആ ഒരു പ്രോസസ് ആണ് എന്ത്? HR അപ്രൈസൽ ഇസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ എംപ്ലോയീസ് പെർഫോമൻസ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് HR അപ്രൈസൽ. പിന്നെ അടുത്തത് എന്താണ്? പ്രൊബേഷൻ എക്സ്റ്റൻഷൻ ഫോം. പ്രൊബേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിനിങ് പീരീഡ് ആണ് അല്ലെ. ജോലിക്ക് കയറി ഉടനെ തന്നെ നമുക്ക് എന്തായിരിക്കും? ചിലപ്പോൾ ഒരു പ്രൊബേഷണറി പീരീഡ് ഉണ്ടാവും. മേബി അത് 6 months ആവാം, 1 year ആവാം. അതൊരു സ്ഥാപനത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ പ്രൊബേഷൻ എക്സ്റ്റൻഷൻ ഫോം ഇസ് ദ ഫോം ദാറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്റ്റെൻഡ് ദ പ്രൊബേഷൻ. പ്രൊബേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത ഒരു ഫോം ആണ് അല്ലെ, പ്രൊബേഷൻ എക്സ്റ്റൻഷൻ ഫോം. അതുപോലെ ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ദ ലെറ്റർ ദാറ്റ് എക്സ്പ്രസസ് ദ അപ്രീസിയേഷൻ ഫോർ ദ എംപ്ലോയീസ് പെർഫോമൻസ്. എംപ്ലോയിയുടെ സർവീസ് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിന്റെ അപ്രീസിയേഷൻ എക്സ്പ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒഫീഷ്യൽ ലെറ്റർ ആണ് അല്ലെ, ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ. പിന്നെ അടുത്തത് എന്താണ്? സാലറി ഇൻക്രിമെന്റ് ഫോം. ദാറ്റ് മീൻസ് ദ ഫോം റിക്വസ്റ്റിംഗ് ദ
സാലറി ഇൻക്രീസ്. സാലറി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഫോം ആണ് അല്ലെ, സാലറി ഇൻക്രിമെന്റ് ഫോം. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ലീവ് കാർഡ്. ലീവ് കാർഡ് എന്തായിരിക്കും? ഇസ് ദ കാർഡ് ദാറ്റ് ട്രാക്കിംഗ് ദ ലീവ്സ് ഓഫ് ദ സ്റ്റാഫ്. അവിടുത്തെ സ്റ്റാഫുകളുടെ ലീവും മറ്റും ട്രാക്ക് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അല്ലെ ലീവ് കാർഡ് എന്ന് പറയുന്നത്. Then leave rules, that means rules governing the employees leave. എംപ്ലോയിയുടെ ലീവുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസും മറ്റുമായിരിക്കും ലീവ് റൂൾസിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ ട്രെയിനിങ് റെക്കോർഡ്, റെക്കോർഡ് ഓഫ് എംപ്ലോയീസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ട്രെയിനിങ്ങും അവർക്ക് കൊടുക്കുന്ന ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡാണ്. ഓക്കെ, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒരു ബ്രേക്ക് ഒക്കെ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ലീവ് റൂൾസ്. ട്രെയിനിങ് റെക്കോർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇസ് ദ റെക്കോർഡ് അല്ലെ, ഇസ് ദ റെക്കോർഡ് ഓഫ് എംപ്ലോയീസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അടുത്തത് എന്താണ്? കമ്പനി പാസ്പോർട്ട്. കമ്പനി പാസ്പോർട്ട് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? ഇറ്റ് ഇസ് എൻ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ് അല്ലെ, issued to the employees for the official purpose. It is the document that is issued to the employees for the official purpose. അവരുടെ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ആ ഒരു കമ്പനി അവർക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഇത് കമ്പനി പാസ്പോർട്ട്. ഓക്കെ, പിന്നെ ഓർഗനൈസേഷണൽ ചാർട്ട്. ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഇസ് ദ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ആ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളായിരിക്കും ഓർഗനൈസേഷണൽ ചാർട്ടിനകത്ത് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഈ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പകരം നമ്മൾ പറയില്ല അവിടെയുള്ള ഓരോ പൊസിഷൻസ്, അതിന്റെ ഒരു ഹൈറാർക്കിയിലായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പും ഡിപ്പാർട്ട്മെന്റ്സുകളും അതിനെ പറ്റിയുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ലൈക്ക് ഓർഗാനോഗ്രാം ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതുപോലെയുള്ള ഒരു ഓർഗനൈസേഷണൽ ചാർട്ട്. അതുപോലെ തന്നെ നോഡ്യൂസ് ഫോംസ് കേട്ടോ. Notice forms എന്ന് പറയുന്നത് is the form that certifying that the employee has no outstanding dues. അതായത് എംപ്ലോയീസ് പ്രത്യേകിച്ച് ഡ്യൂസ് ഒന്നും വെച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോമാണ് നോഡ്യൂസ് ഫോം എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ HR റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ എന്താണ്? ടെക്നോളജിമെന്റ്. ടെക്നോളജിമെന്റ് മീൻസ് എന്താണ്? ഇറ്റ് ഇസ് ദ എന്താണ് ഫോം, അതിന്റെ ഒരു സർട്ടിഫിക്കേഷൻ ആണ് അല്ലെ, എക്നോളജിങ് ദ റിസീപ്റ്റ് ഓഫ് സംതിങ്. നമ്മൾ എന്തെങ്കിലും റിസീവ് ചെയ്തു എന്നതിന്റെ ഒരു അക്നോളജ്മെന്റ് ആണ് അല്ലെ. ദാറ്റ് മീൻസ് ഒരു അക്നോളജിങ് ഡോക്യുമെന്റ് ആണ് അക്നോളജ്മെന്റ്. Then handover note. Handover note എന്ന് വെച്ചാൽ is the detailed document that is a document that details the handover responsibilities. ഒരാള് ജോലി മതിയാക്കി പോവുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അയാളുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പുതിയൊരാളിലോട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഹാൻഡ് ഓവർ ചെയ്യേണ്ടതായിട്ട്. അങ്ങനെ ഈ റെസ്പോൺസിബിലിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡ് ഓവർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതാണ് ഹാൻഡ് ഓവർ നോട്ടിൽ പറയുന്നത്. പിന്നെ എന്താണ്? എക്സിറ്റ് ഇന്റർവ്യൂ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് എക്സിറ്റ് ആവാം. ഒരു എംപ്ലോയി ജോലി മതിയാക്കാണ്, ആ ഒരു കമ്പനി ലീവ് ചെയ്ത് പോവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഫീഡ്ബാക്സ് നമ്മൾ കളക്ട് ചെയ്യണം അല്ലെ. സോ എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് കളക്ടിംഗ് ദ ഫീഡ്ബാക്ക് ഫ്രം ദ ഡിപ്പാർട്ടിംഗ് എംപ്ലോയീസ്. വിട്ടുപോകുന്ന എംപ്ലോയീസിൽ നിന്ന് നമ്മൾ അവരുടെ ഇതൊരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാണ് അല്ലെ. അതെന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനും വിട്ടുപോകുന്ന എംപ്ലോയി തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. എന്തുകൊണ്ടാണ് അവർ വിട്ടുപോകുന്നത്, അതിന്റെ റീസൺ എന്താണ്, അവര് പറയുന്ന റീസൺസിൽ എന്തെങ്കിലും റീസൺസ് കൊണ്ട് കമ്പനിയിൽ എന്തെങ്കിലും പോരായ്മകൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ടോ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറുതെ ഒരു എംപ്ലോയി എന്തായി കമ്പനി വിട്ടുപോകില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. ആ റീസൺ എന്താന്നുള്ളത് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അതിൽ നിന്നും
അതിൽ നിന്നും നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ അത് മനസ്സിലാക്കി അത് ചെയ്യാനുള്ള നടപടികൾ എടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ എക്സിറ്റ് ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. That means it's a predetermined questions are that is to collect the information from employees. Employees information collect ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന predetermined ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. പിന്നെ മിസ്സലേനിയസ് ഫോംസ്, ഇതിലൊന്നും പറയാതെയുള്ള HR റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു പല ഫോംസുകള്. പിന്നെ എന്താണ് ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതായത് അവരുടെ എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട നിബന്ധനകളും വ്യവസ്ഥകളും. ഓരോ ജോലിക്കും ഓരോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിരിക്കും. ഓരോ ജോബ് റോൾ എടുക്കുകയാണെങ്കിലും അതിന് അതിൻ്റെതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. സോ ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മീൻസ് എന്താണ് ഇസ് റിലേറ്റഡ് ടു എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ ഇതൊരു ഫൈനൽ അല്ലെ സെക്ഷൻ ആണല്ലേ. ദാറ്റ് സമ്മറൈസിംഗ് ദി കീ നോട്ട്സ് ഓഫ് എൻ മാനുവൽ. ആ HR മാനുവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ സമ്മറൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫൈനൽ സെക്ഷൻ ആയിരിക്കും കൺക്ലൂഷൻ. ചുരുക്കി പറഞ്ഞാൽ ഈ 34 ഐറ്റം നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. HR റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു മാനുവലിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു റെഫറൻസ് ഗൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബേസ് ഡോക്യുമെന്റ് ആയിട്ട് എന്തിനെ കണക്കാക്കാം HR മാനുവലിന്റെ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നത് HA19 ക്ലാർക്ക് ഓക്കെ അല്ലേ? HA19 ഓക്കെ അല്ലേ? ആരെങ്കിലും? ബാക്കിയുള്ളവരൊക്കെ എനിക്ക് പരിചയമുള്ള കുട്ടികളാണ്. ചോദിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് നോക്കാം. The policies in the form of stipulated rules and regulations, specific forms, protocols with respect to human resources have been documented in the form of an authentic document normally named as HR manual, human resource manual. Okay, അപ്പൊ നമ്മള് ഈ പറയുന്ന HR റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ സ്പെസിഫിക് ഫോംസ് ഒക്കെ വളരെ ആധികാരികമായിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡോക്യുമെന്റ് അല്ലെ വളരെ നല്ല രീതിയിൽ ഒതന്റിക് ആയിട്ട് തന്നെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ HR മാനുവൽ എന്നാണ് പറയുന്നത്. HR മാനുവലിനെ പറയുന്ന മറ്റൊരു പേര് നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ ബൈബിൾ ഓഫ് HR. ചോദിക്കാറുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ബൈബിൾ ഓഫ് HR. HRന്റെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? HR മാനുവലിനെയാണ്. എന്തുകൊണ്ടാണ് അതൊരു ബൈബിൾ ഓഫ് HR എന്ന് വിശേഷിപ്പിക്കാൻ കാരണം? Because it is the base document that acts as a referral dictionary containing all the rules and regulations to be followed in the hospital in respect of the human resources. So human resource management-ുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫോളോ ചെയ്യേണ്ടതായ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളും നമ്മൾ ഈ മാനുവലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ് ഇസ് എ ബേസ് ഡോക്യുമെന്റ്. അതുകൊണ്ടാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തത്? ബൈബിൾ ഓഫ് HR എന്ന് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അത് ചോദിക്കാറുണ്ട്. HR മാനുവൽ ഈസ് കൺസിഡർഡ് ആസ് എ ബൈബിൾ ഓഫ് HR. HRന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നതാണ് HR മാനുവൽ. ഓക്കെ, ക്ലിയർ? പിന്നെ ഇവിടെ നമ്മൾ പോയിന്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളില്ലേ, അതിവിടെ സെന്റൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല. അപ്പൊ അത് വായിച്ച സമയം കളയുന്നില്ല. It contains an introduction of hospital, aims of HR, vision and mission. ഇതൊക്കെ നമ്മൾ നമ്പർ ഇട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് തന്നെയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. അതായത് HR മാനുവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. സർട്ടിഫിക്കേഷൻ അഷ്വറൻസ്, റിഗാർഡിംഗ് ഇന്ത്യൻ ഫോർ ടാലന്റ് അക്വിസിഷൻ, application form for induction. Okay, അതുപോലെ form of HR appraisal, probation period extension form, letter of appreciation, training record, company passport, exit interview, standard questionnaire, miscellaneous forms, അതുപോലെ general terms and conditions and of course conclusion. ഇത്രയും കാര്യങ്ങളാണ് HR മാനുവലിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. ഇൻട്രൊഡക്ഷൻ റിഗാർഡിംഗ് ഹ്യൂമൻ റിസോഴ്സ് ഈസ് കൺസിഡേർഡ് ആസ് എ പേഴ്സണൽ മാനേജ്മെന്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതൊന്നും അണ്ടർലൈൻ ചെയ്യണ്ട. നമ്മൾ ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് എന്തായിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ നമുക്ക് എങ്ങനെയും പറയാം? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം.
ശരിയല്ലേ? പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഹ്യൂമൻ റിസോഴ്സസ് തന്നെയാണ് അല്ലെ? അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഓർഗനൈസേഷനിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഓക്കെ, അപ്പോ ഇറ്റ് ഇൻവോൾവ്സ് the steps from pre-recruitment process to exit interview, like recruitment, positioning, induction, training, welfare and grievances of staff members. ഇവിടെ എന്താ പറയുന്നത്? HR functions ആണ് ഇവിടെ പറയുന്നത്. HR function എന്ന് പറഞ്ഞാൽ പ്രീ റിക്രൂട്ട്മെന്റ് ഫേസസ് ഉണ്ട്, എക്സിറ്റ് ഇന്റർവ്യൂ വരെയുള്ള ഒരു പ്രോസസ്സുകൾ എല്ലാം തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ? അതിനകത്ത് റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട്, പൊസിഷനിങ് വരുന്നുണ്ട്. പൊസിഷനിങ് മീൻസ് എന്താണ്? നമ്മളൊരു എംപ്ലോയിനെ ഒരു പെർട്ടിക്കുലർ ജോബ് റോളിലോട്ട് നമ്മൾ അവരെ പ്ലേസ് ചെയ്യാണ് അല്ലെ? പൊസിഷനിങ് വരുന്നുണ്ട്, ഇൻഡക്ഷൻ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇൻട്രൊഡ്യൂസിംഗ് ദ ന്യൂ എംപ്ലോയീസ് ഇൻ ടു ഓർഗനൈസേഷൻ. നമ്മൾ ആ ഒരു ഓർഗനൈസേഷനിലേക്ക് പുതിയൊരു എംപ്ലോയീസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, അവരുടെ വെൽഫെയർ അല്ലെ, അവരുടെ ക്ഷേമം. അതുപോലെ തന്നെ ഗ്രീവൻസസ് ഓഫ് ദ സ്റ്റാഫ് മെമ്പേഴ്സ്. സ്റ്റാഫ് മെമ്പേഴ്സിന് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകള് അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികള് അതെല്ലാം കൈകാര്യം ചെയ്യലും ഒക്കെ ഏതിനകത്ത് വരുന്നുണ്ട്? HR ഫംഗ്ഷൻസിനകത്ത് വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ അവര് പറയുന്നുണ്ട്, വെൽഫെയർ ആൻഡ് ഗ്രീവൻസസ് ഓഫ് ദ സ്റ്റാഫ് മെമ്പേഴ്സ് ഹാവിംഗ് എ ഡിപ്ലോമാറ്റിക് അപ്രോച്ച് ensuring welfare of the staff members without compromising the HR ethics and maintaining the equilibrium of the management policies and procedures in respect of the decorum and financial stability of the firm. നമുക്കറിയാം, സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിന് ചിലപ്പോൾ എന്തെങ്കിലും ഗ്രീവൻസസുകളൊക്കെ ഉണ്ടാവാം അല്ലെ, പരാതികൾ ഉണ്ടാവാം, പല ആശങ്കകളൊക്കെ അവർക്ക് ജോലിയെ സംബന്ധിച്ചുണ്ടായിരിക്കാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാം. എങ്ങനെ പരിഹരിക്കണം? വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചിലൂടെ വേണം അതിനെ ഹാൻഡിൽ ചെയ്യാൻ. എന്ന് പറഞ്ഞാല് നമുക്ക് ഒരിക്കലും HR എത്തിക്സിനെ കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ, HR എത്തിക്സിന് കോട്ടം തട്ടാത്ത രീതിയിൽ, എന്നാൽ മാനേജ്മെന്റിന്റേതായ പോളിസികളും പ്രൊസീജിയറുകളും അവരുടേതായ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇതെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിനെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? എംപ്ലോയീസിന്റെ വെൽഫെയറും ഗ്രീവൻസസും മറ്റും ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇതിന് ഈ പറയുന്ന എല്ലാവരും നമുക്ക് ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ സംബന്ധിച്ച് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവരുടെ ക്ഷേമം മാത്രമല്ല, അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തണം, അതോടൊപ്പം നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കണം, നമ്മുടെ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ എന്താണ് നിലനിർത്തിയിട്ട്, അതുപോലെ നമ്മുടെ HR എത്തിക്സിനെ കട്ടാത്ത രീതിയിൽ അതിന്റേതായ ആ ഒരു ഡെക്കോറം മീൻസ് അതിന്റെ ഒരു ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ എംപ്ലോയീസിന്റെ ആ ഒരു വെൽഫെയറും ഗ്രീവൻസസും ഹാൻഡിൽ ചെയ്യണം. അതുകൊണ്ടാണ് ഒരു ഡിപ്ലോമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. നമുക്ക് രണ്ടും ഒരുപോലെ വേണം. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, ഒപ്പം നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടണം, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് ഉറപ്പുവരുത്തണം, HR എത്തിക്സ് നമുക്ക് ഫോളോ ചെയ്യണം. ഇത് രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്ത് ഒരു എക്വിലിബ്രിയം കണ്ടീഷൻ ആയിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? എംപ്ലോയീസിന്റെ വെൽഫെയറും ഗ്രീവൻസസും മറ്റും ഹാൻഡിൽ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ്സ് എ ഫർദർ പ്രോസസ് ഓഫ് HR ഓഡിറ്റ് ആൻഡ് കൺഫർമേഷൻ ഓഫ് HR റിക്വയർമെന്റ്സ് including recruitment, interview and selection, placement, election process and positioning, training and development, evaluation and appraisal, staff welfare grievances, exit interview or termination or resignation of the employee. ഇത്രയും കാര്യങ്ങളാണ് ഒരു HR ഫംഗ്ഷൻസിനകത്ത് വരുന്നത്. അപ്പൊ HR ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ് തൊട്ട് എക്സിറ്റ് ഇന്റർവ്യൂ വരുന്ന ഒരുപാട് സ്റ്റെപ്സുകൾ, ഒരുപാട് ഫംഗ്ഷൻസുകൾ നമ്മൾ ഇതിനകത്ത് ക്ലിയർ ആയോ? പറഞ്ഞ കാര്യങ്ങള് മനസ്സിലായോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഒരുപാട് വായിച്ചെങ്കിലും നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റ് വളരെ കുറച്ചേ ഉള്ളൂ. പഠിച്ച കൺസെപ്റ്റുകളൊക്കെ എന്തായിരുന്നു? അത് നമ്മൾ പറഞ്ഞു, hospital administration is ineffective or incomplete without having a control over the human resources. Both administration and human resource management both are crucial for the success of an organization. Okay, ഇത് നമ്മൾ എന്താ പഠിച്ചത്? എന്താണ് ഹ്യൂമൻ റിസോഴ്സ്? Human resources എന്ന് പറയുന്നത് is a set of people who contribute their skill, knowledge and experience to achieve the organizational goals and objectives. Okay, then നമ്മൾ പഠിച്ചു what is HR manual. HR manual എന്ന് പറഞ്ഞാൽ എന്താണ്? It is considered as the Bible of HR എന്നാണ് അറിയുന്നത്. Because it is a base document ആണ് അല്ലെ? അതൊരു base document ആണ്. ഇതാണ് detailing the all activities related to HR. HR ുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും HR മാനുവൽ
വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് ദ ബൈബിൾ ഓഫ് HR. അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം? പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഓർഗനൈസേഷൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇനി HR ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ് തുടങ്ങി എക്സിറ്റ് ഇന്റർവ്യൂ വരെ നീണ്ടു നിൽക്കുന്ന ഒരുപാട് ഫംഗ്ഷൻസുകളാണ് HR ഉൾപ്പെടുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഫോർമാറ്റുകളും ഫോമുകളും അതിൻ്റെതായ സിസ്റ്റമാറ്റിക് ആയിട്ട് മെത്തേഡുകളും കാര്യങ്ങളൊക്കെ HR മാനേജ്മെന്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ഒന്ന് വായിച്ചു നോക്കിയേ. ഇത്രയും വരെയുള്ള വാക്കുകളൊക്കെ ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കടക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫേസസ് ഓഫ് HR ആണ് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സസിന്റെ ഫേസസ് ആണ് നമ്മൾ പഠിക്കാം കേട്ടോ. എന്തൊക്കെ ഫേസസുകളാണ് അതിനകത്ത് വരുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഹാസ് ഡിഫറെന്റ് ഫേസസ്. പ്രധാനമായിട്ടും 4 ഫേസുകളാണ് വരുന്നത്. അത് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സസിന്റെ 4 ഫേസസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പ്രീ റിക്രൂട്ട്മെന്റ്. ഫസ്റ്റ് വൺ എന്താണ്? പ്രീ റിക്രൂട്ട്മെന്റ്. സെക്കൻഡ് റിക്രൂട്ട്മെന്റ്. തേർഡ് വൺ പോസ്റ്റ് റിക്രൂട്ട്മെന്റ്. ആൻഡ് ഫോർത്ത് വൺ പോസ്റ്റ് എക്സിറ്റ്. ഓക്കെ, ഏതൊക്കെയാണ് 4 ഫേസുകൾ എന്ന് പറഞ്ഞാല്? പ്രീ റിക്രൂട്ട്മെന്റ്, റിക്രൂട്ട്മെന്റ്, then പോസ്റ്റ് റിക്രൂട്ട്മെന്റ്, പോസ്റ്റ് എക്സിറ്റ്. ഇത്രയുമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ 4 ഫേസുകൾ വരുന്നത്. പ്രീ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ റിക്രൂട്ട്മെന്റിന് മുൻപായിട്ട് നടത്തുന്ന പ്ലാനിങ്ങും കാര്യങ്ങളാണ് അല്ലെ. പ്ലാനിങ് ആൻഡ് പ്രിപ്പയറിംഗ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് മുൻപായിട്ട് നടത്തുന്ന പ്ലാനിങ്ങുകളും പ്രിപ്പറേഷൻസുമാണ് പ്രീ റിക്രൂട്ട്മെന്റിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് റിക്രൂട്ട്മെന്റ് ആണ്. റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സെലക്ടിങ് ഓർ ഹയറിംഗ് ദ എംപ്ലോയീസ്. നമ്മൾ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നു, അവരെ നമ്മൾ ഓക്കെ. പിന്നെ അടുത്തത് എന്താണ്? പോസ്റ്റ് റിക്രൂട്ട്മെന്റ് അല്ലെ. പോസ്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന റിക്രൂട്ട്മെന്റിലൂടെ നമ്മൾ ആളുകളെ എടുക്കും. എന്ത് വേണം? ഇന്റഗ്രേറ്റിംഗ് ദ എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ. നമ്മൾ റിക്രൂട്ട് ചെയ്തെടുത്തിട്ടുള്ള ആളുകളെ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് അല്ലെ. അവരെ നമ്മൾ ആ ഒരു സ്ഥാപനത്തിലെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സോ ഇന്റഗ്രേറ്റിംഗ് ദ ന്യൂ എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ ആണ് എന്ത്? പോസ്റ്റ് റിക്രൂട്ട്മെന്റിനകത്ത് നടക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫേസ് എന്താണ്? പോസ്റ്റ് എക്സിറ്റ് ആണ് അല്ലെ. ദാറ്റ് മീൻസ് മാനേജിംഗ് ദ എംപ്ലോയി ഡിപ്പാർച്ചർ അല്ലെ. എംപ്ലോയി വിട്ടു പോകുന്ന, എക്സിറ്റ് ആവുന്ന, ലീവ് ചെയ്തു പോകുന്ന എംപ്ലോയീസിനെ നമ്മൾ മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ എക്സിറ്റ് ഇന്റർവ്യൂവിനെ പറ്റി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ലീവ് ചെയ്തു പോകുന്ന എംപ്ലോയിനെ നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് അവർ ലീവ് ചെയ്തു പോകുന്നത്, അതിന്റെ റീസൺസ് നമ്മൾ മനസ്സിലാക്കും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് അത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും മറ്റുമാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ 4 ഫേസുകളാണ് HR മാനേജ്മെന്റിനകത്ത് വരുന്നത്. ഓരോ ഫേസുകളും നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ് ആണ്. റിക്രൂട്ട്മെന്റിന് മുൻപായിട്ട് നമ്മൾ നടത്തുന്ന ചില തയ്യാറെടുപ്പുകൾ. നമ്മൾ വിചാരിക്കുന്ന റിക്രൂട്ട്മെന്റിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ല, നമ്മളൊരു സ്ഥാപനം റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ സ്ഥാപനത്തിന്റെ അകത്ത് ഒരുപാട് തയ്യാറെടുപ്പുകൾ മറ്റും നടത്തുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ പ്രീ റിക്രൂട്ട്മെന്റ് കേട്ടോ. ഓക്കെ, ഇന്നൊരു 5 മിനിറ്റ് നിങ്ങൾക്ക് ബ്രേക്ക് തരട്ടെ. 5 മിനിറ്റ് ബ്രേക്ക് തരട്ടെ. 11:30 ആയിട്ടുണ്ട്. 11:35 നമുക്ക് ക്ലാസ്
വീണ്ടും തുടങ്ങാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ബ്രേക്ക് എടുത്തു. തുടക്ക ദിവസം തന്നെ ഞാൻ വന്ന് ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. 5 minutes കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പോ ഫസ്റ്റ് ഫേസ് ആണിത്, പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ് കേട്ടോ. ദാറ്റ് മീൻസ്
പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ ബിഫോർ ദ റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിന് മുൻപായിട്ട് ആ ഒരു സ്ഥാപനത്തിൽ നടത്തുന്ന ചില തയ്യാറെടുപ്പുകളും മറ്റുമാണ് ആ ഒരു ഫേസിനകത്ത് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കുക കേട്ടോ. പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് initially starts when the HR manager or administrator is intimated by the head of the department or concerned department regarding a particular vacancy or a fleet of vacancies that has arisen in a specific department or various departments. അപ്പോ ഇപ്പോഴാണ് ഈ പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ, അതായത് ഒരു സ്ഥാപനത്തില് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റുകളുടെ എന്തെങ്കിലും ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ, ചിലപ്പോൾ ഒരു വേക്കൻസി ആവാം, ചിലപ്പോൾ ഒരു കൂട്ടം വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോ എന്ത് ചെയ്യുന്നറിയാമോ, അതത് ഡിപ്പാർട്ട്മെന്റുകളുടെ ഹെഡുകള് അവരാരെ അറിയിക്കാണ്? HR മാനേജറിനെ അറിയിക്കാം. HR മാനേജർ അല്ലെങ്കിൽ HR അഡ്മിനിസ്ട്രേറ്ററിനെ ഇന്റിമേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് അവരുടെ പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ. അതായത് ഡിപ്പാർട്ട്മെന്റുകൾ, ഹോസ്പിറ്റൽ എത്രയോ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു, അവിടെ ഒരു വേക്കൻസി വരെയാണ്. വേക്കൻസി വന്നാൽ എന്ത് ചെയ്യണം? ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾ മുഖേന, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആരെ അറിയിക്കണം? അത് HR മാനേജറിനെ അല്ലെങ്കിൽ HR അഡ്മിനിസ്ട്രേറ്ററിനെ ഇന്റിമേറ്റ് ചെയ്യും. അങ്ങനെയാണ് ആ ഒരു പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം HR ഡിപ്പാർട്ട്മെന്റ് ആണ് ആളുകളെ ഹയർ ചെയ്തത്, റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തുന്നത് അവരാണ്. അപ്പൊ അവരെ ഇന്റിമേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ഒരു ഫേസ് അവിടെ ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പൊ നോക്കാം പിന്നെ എങ്ങനെയൊക്കെ വാക്കൻസികൾ ക്രിയേറ്റ് ചെയ്യപ്പെടാം എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. A newly started hospital has several vacancies in all departments. Whereas in a running hospital, vacancies can arise due to many reasons. ഒരു പുതിയൊരു ഹോസ്പിറ്റൽ തുടങ്ങാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരുപാട് വാക്കൻസി ഉണ്ടാവും. പുതിയ ഹോസ്പിറ്റൽ അല്ല, അതേസമയം ഓൾറെഡി റണ്ണിങ്ങിൽ ഇരിക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ എങ്ങനെയൊക്കെ വാക്കൻസികൾ ഉണ്ടാവാം, ഏതൊക്കെ രീതിയിൽ വാക്കൻസികൾ ഉണ്ടാവാൻ നോക്കാം. The vacancy may be due to the shortage of existing staff when the patient range is on the highest side, or it may be due to group resignation or terminations for a national post. It can also be due to the addition of multiple departments or an additional facility or a subunit. എങ്ങനെയൊക്കെ ഒരു റണ്ണിംഗ് ഹോസ്പിറ്റലില് എങ്ങനെയൊക്കെ വാക്കൻസികൾ ഉണ്ടാകാം എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടാവാം? ഒന്ന്, the number of patients is higher than, അല്ലെ, number of patients എന്ന് പറയുന്നത് is higher than usual. സാധാരണത്തെക്കാളും പേഷ്യൻസിന്റെ എണ്ണം കൂടുതലാവുകയാണ്. നമുക്കറിയാം കോവിഡ് ഇതൊക്കെ വന്ന സമയത്ത് എന്തുണ്ടായി? സാധാരണത്തെക്കാളും പേഷ്യൻസ് കൂടി, ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടിയേ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അത്തരം പേഷ്യൻസിന് സർവ് ചെയ്യാനുള്ള സ്റ്റാഫുകൾ പോരാതെ വരും, അല്ലെ? അത്തരം സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? കൂടുതൽ സ്റ്റാഫുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും, അല്ലെ? ഒന്നാമത്തെ റീസൺ അതാണ്, അല്ലെ? ഇതാണ് നമ്പർ ഓഫ് പേഷ്യൻസ് ഈസ് ഹയർ ദാൻ ദ യൂഷ്വൽ. പിന്നെ രണ്ടാമത്തെ എന്തായിരിക്കാം? ഗ്രൂപ്പ് റെസിഗ്നേഷൻ ഓർ ടെർമിനേഷൻസ്. എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും ഒരു ആഗോള പ്രശ്നം വരികയാണ്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക മാന്ദ്യം വരികയാണ്, അതിന്റെയൊക്കെ പേരിൽ ഒരു പക്ഷെ ഒരു ഗ്രൂപ്പ് റെസിഗ്നേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ടെർമിനേഷൻ ഒക്കെ നടക്കുകയാണ്. കൂട്ടം ആളുകളെ നമുക്ക് പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം വരികയാണ്, അല്ലെങ്കിൽ സ്ഥാപനത്തിന് വല്ല ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ബൈഡൻസ് വരികയാണ്, ചിലപ്പോൾ ഒരു കൂട്ടം ആളുകൾ നമുക്ക് പിരിച്ചുവിടേണ്ടതായിട്ട് വരികയാണ്, അല്ലെ? അങ്ങനെയൊക്കെ ഗ്രൂപ്പ് റെസിഗ്നേഷൻ ഓർ ടെർമിനേഷൻ ഫോർ എ നാഷണൽ പോസ്റ്റ്. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ആഗോള തലത്തിൽ പ്രശ്നങ്ങളെ തുടർന്നുള്ള റെസിഗ്നേഷൻസ് മൂലം ടെർമിനേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അപ്പോഴും ഒരുപാട് വാക്കൻസികൾ അവിടെ ക്രിയേറ്റ് ചെയ്തത്. പിന്നെന്താണ്? ആൻഡ് ഇറ്റ് ക്യാൻ ആൾസോ ബി ഡ്യൂ ടു ദ അഡീഷൻ ഓഫ് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് എപ്പോഴാണ്? when there is increase in the number of additional departments. അതായത് കൂടുതൽ ഡിപ്പാർട്ട്മെന്റുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്, പുതിയ പുതിയ ഡിപ്പാർട്ട്മെന്റുകൾ തുടങ്ങുകയാണ്. അങ്ങനെ വരുമ്പോഴും എന്താണ്? വാക്കൻസികൾ അവിടെ ഉണ്ടാവാം, അല്ലെ? അതാണ് അവിടെ പറയുന്നത്. 3 റീസൺസുകളാണ് അവർ പറയുന്നത്. ഒന്ന്, നമ്പർ ഓഫ് പേഷ്യൻസ് ഈസ് ഹയർ ദാൻ യൂഷ്വൽ. അതുപോലെ തന്നെ ഗ്രൂപ്പ് റെസിഗ്നേഷൻ ഓഫ് ടെർമിനേഷൻ, അതും അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ്, അല്ലെ? ഡിപ്പാർട്ട്മെന്റ്സുകളുടെ എണ്ണം കൂടുന്നതിന്റെ ഫലമായിട്ട്, അല്ലെ, ഇങ്ങനെയൊക്കെ വാക്കൻസികൾ ഒരു റണ്ണിംഗ് ഹോസ്പിറ്റലിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാം. പിന്നെ മാത്രമല്ല, it can also be due to the opening of satellite centers, regional centers or branches or even outlets in the form of joint ventures or company directly of the centers. Satellite center എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എക്സ്റ്റൻഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ. നിലവിലുള്ള ഓർഗനൈസേഷനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം.
നമ്മൾ ഒരു ഓർഗനൈസേഷന് പുതിയ പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാണ്, മറ്റു സ്ഥലങ്ങളിൽ പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാണ്. അത് എന്നിട്ട് നമ്മൾ സാറ്റലൈറ്റ് സെന്റേഴ്സ് കാണാൻ പറയുന്നത്. അങ്ങനെയുള്ള ഓർഗനൈസേഷൻ ഓണർഷിപ്പോട് കൂടിയിട്ട് അവരുടെ തന്നെ പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റീജിയണൽ സെന്ററുകള്, ബ്രാഞ്ചുകള്, ഔട്ട്ലെറ്റുകള് ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ അവിടെയൊക്കെ എന്ത് വരാം, ഈ പറയുന്ന വാക്കൻസികൾ വരികയും ചെയ്യപ്പെടാം. ഓക്കെ, അപ്പോ whatever the reason and however the vacancies arise due to any of the reasons, HR manager has to be intimated through proper channels. എങ്ങനെയാണെങ്കിലും വാക്കൻസികൾ വന്നു കഴിഞ്ഞാൽ വളരെ പ്രോപ്പർ ചാനലിലൂടെ നമ്മൾ അത് ആരെ ഇന്റിമേറ്റ് ചെയ്തിരിക്കണം, HR മാനേജർ അല്ലെങ്കിൽ HR അഡ്മിനിസ്ട്രേറ്ററിനെ അറിയിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ആ ഒരു പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ് നമ്മളെ തൊട്ട് സ്റ്റാർട്ട് ആക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അതാണ് പ്രീ റിക്രൂട്ട്മെന്റ് ഫേസിൽ വരുന്ന കാര്യം. ഇനി നെക്സ്റ്റ് വരുന്ന എന്താണ്? റിക്വസ്റ്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ. HR മാനുവലിൽ പറഞ്ഞൊരു കാര്യമാണ് അല്ലെ, റിക്വസ്റ്റ് ഫോർ ദ talent acquisition. That means it is the process of request for the hiring new employees. ഈ എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് നമ്മൾ പ്രൊസീഡ് ചെയ്യാണ് അല്ലെ. അതാണ് എന്ത് അവിടെ ഉദ്ദേശിക്കുന്ന ടാലന്റ് അക്വിസിഷൻ. ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റിക്വസ്റ്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളുള്ളൂ കേട്ടോ. ഒരു കഥ പോലെ ഓർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. അപ്പൊ നോക്കാം. All the existing vacancies, both routine and urgent, future vacancies during expansion have to be notified to the HR manager or administrator in writing, preferably in a prescribed form, maintained in the HR department as per the HR manual. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഏതെങ്കിലും തരത്തിലൊരു വാക്കൻസി വരികയാണ്, ചിലപ്പോൾ റൂട്ടീൻ ആയിട്ടുള്ള വാക്കൻസി ആവും. റൂട്ടീൻ വാക്കൻസി മീൻസ് നാച്ചുറൽ ടേൺ ഓവർ ഓഫ് എംപ്ലോയീസ്. സാധാരണ രീതിയിൽ ഇപ്പൊ എംപ്ലോയീസ് വിരമിച്ച് പോവുകയാണ് അല്ലെ, റിട്ടയർ ചെയ്തൊക്കെ പോകുമ്പോഴൊക്കെ അവിടെ വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. അതൊക്കെ റൂട്ടീൻ ആയിട്ട് വരുന്ന വാക്കൻസികളാണ്. ചിലപ്പോൾ അർജന്റ് വാക്കൻസികളാകാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്തെങ്കിലും നാഷണൽ കോഴ്സ് മൂലം ഒരു ടെർമിനേഷൻ വരെയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് റെസിഗ്നേഷൻ വരെയാണ്, അങ്ങനെ ഒരു അർജന്റ് വാക്കൻസി ക്രിയേറ്റ് ചെയ്യപ്പെടാം. ചിലപ്പോൾ ഫ്യൂച്ചർ വാക്കൻസികൾ നിലവിലുള്ള സ്ഥാപനത്തിന്റെ പുതിയ വല്ല ബ്രാഞ്ചുകൾ ഓഫർ ചെയ്യുമ്പോഴൊക്കെ അവിടെ വാക്കൻസികൾ ക്രിയേറ്റ് ചെയ്യപ്പെടാം. എങ്ങനെയാണെങ്കിലും അത് എന്ത് ചെയ്യണം, HR മാനേജറിനെ നമ്മൾ അറിയിക്കണം. അത് എങ്ങനെ അറിയിക്കണം? റൈറ്റിംഗ്. ദാറ്റ് മീൻസ് ഒരു റിട്ടേൺ ഫോർമാറ്റിൽ തന്നെ അത് നമ്മുടെ HR മാനുവലിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു റിട്ടേൺ ഫോർമാറ്റ്, കൃത്യമായിട്ടുള്ള ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, HR മാനേജറിനെ അറിയിച്ചു. അതിന് കൃത്യമായിട്ടൊരു ഫോർമാറ്റ് ഉണ്ട്. വെറുതെ നമ്മൾ വാക്കൻസി ഉണ്ടെന്ന് അവരോട് പറയല്ല, അതിന് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. HR മാനുവലിൽ പറയുന്നുണ്ട്. ആ ഒരു ഫോർമാറ്റ് മോഡലിൽ നിന്ന് നെക്സ്റ്റ് പഠിക്കാനുണ്ട്. ഒരു ഫോർമാറ്റ് അവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫോർമാറ്റില് നമ്മളൊരു രേഖാമൂലം നമ്മൾ ആരെയൊക്കെ അറിയിക്കണം, HR മാനേജറിനെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിനെ അറിയിച്ചിരിക്കണം. ഇവര് പറയുന്നുണ്ട്, HR മാനേജർ ഇൻസിസ്റ്റ് ഫോർ എ ടാലന്റ് അക്വിസിഷൻ ഇന്റന്റ് from the respective departments duly authorized by the head of the department and reporting officer. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, റിപ്പോർട്ടിംഗ് ഓഫീസർ. എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇന്റന്റ് ഓർഡർ എങ്ങനെയാ കൊടുക്കേണ്ടത്? അതായത് എവിടെയാണോ വേക്കൻസി വന്ന ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്, ആ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റും അവിടുത്തെ റിപ്പോർട്ടിംഗ് ഓഫീസറും അവര് അപ്രൂവ് ചെയ്തിട്ടുള്ള, അവരുടെ സിഗ്നേച്ചറോട് കൂടിയിട്ട്, അവരുടെ ഓതറൈസേഷനോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ആ ഒരു ഇന്റന്റ് ഓർഡർ ആർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്, HR മാനേജർക്ക് സബ്മിറ്റ് ചെയ്യണം. ഒരു കൃത്യമായ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ നമ്മൾ എഴുതി അതിൽ ആരുടെ സൈനുകളാണ്, ആരുടെ ഓതറൈസേഷൻ ആണ് അവിടെ ആവശ്യമായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റും റിപ്പോർട്ടിംഗ് ഓഫീസറും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇന്റന്റ് ഓർഡർ ആണ് ആർക്ക് പോകേണ്ടത്, HR മാനേജറിന്റെ മുന്നിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി അങ്ങനെ HR മാനേജറിന്റെ കയ്യില് ആ ഒരു ഇന്റന്റ് ഓർഡർ കിട്ടിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് അടുത്ത കാര്യം എന്താണെന്ന് നോക്കാം. For confirming its genuinity, the HRD initiates an internal audit by verifying their signatures in the first level. ആ ഒരു ഇന്റന്റ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഇന്റേണൽ ഓഡിറ്റ് അവർ കണ്ടക്ട് ചെയ്യും. അതായത് ബേസിക് ലെവലിൽ അവർ ആദ്യം തന്നെ ആ സിഗ്നേച്ചർ വെരിഫൈ ചെയ്തു. ആരുടെ സിഗ്നേച്ചർ ആണ്, HODയുടെയും റിപ്പോർട്ടിംഗ് ഓഫീസറുടെയും സിഗ്നേച്ചറോട് കൂടിയിട്ടുള്ള ഒരു ഇന്റന്റ് ഓർഡർ ആണ് അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ആ ഒരു സിഗ്നേച്ചർ വെരിഫൈ ചെയ്തുകൊണ്ട്
അവരെന്ത് ചെയ്യാണ്, ഇന്റേണൽ ഓഡിറ്റ് അവര് ആരംഭിക്കുകയാണ്. ആരാണ് ഇന്റേണൽ ഓഡിറ്റ് ആരംഭിക്കുന്നത്? HR ഡിപ്പാർട്ട്മെന്റ് അല്ലെ. കാര്യം നമുക്ക് കിട്ടിയ ഇന്ത്യൻ ഡോക്യുമെന്റ് ജെനുവിനിറ്റി പരിശോധിക്കണം അല്ലെ. അത് പരിശോധിച്ചതിന് ശേഷമാണ് മറ്റുള്ള റിക്രൂട്ട്മെന്റും മറ്റുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവർ ഇന്റേണൽ ഓഡിറ്റ് അവര് എന്ത് ചെയ്യുന്നു, ആരംഭിക്കും. ഓക്കെ, അപ്പോ if it is found intact, various other interactions with the core departmental heads to confirm any excess staff has been deployed, evaluating the possibility of interchanging with the existing vacancy of another department. അങ്ങനെ ആ ഒരു ജെനുവിനിറ്റി ഉറപ്പാക്കി കഴിഞ്ഞാൽ, ജെനുവിനിറ്റി കറക്റ്റ് ആണ് അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ജെനുവിൻ ആണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്ന അറിയാമോ, അവര് ആ ഒരു ഹോസ്പിറ്റലിലുള്ള മറ്റ് കോ ഡിപ്പാർട്ട്മെന്റൽ ഹെഡുകളുമായിട്ട് അവര് ഡിസ്കസ് ചെയ്യും. എന്താണ് അവർ ഡിസ്കസ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റില് എക്സസ് ആയിട്ട് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇനി അങ്ങനെയുള്ള സ്റ്റാഫുകളെ നിലവിലുള്ള വാക്കൻസിയിലൂടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, അവര് മറ്റുള്ള കോ ഡിപ്പാർട്ട്മെന്റൽ ഹെഡുകളുമായിട്ട് ഡിസ്കസ് ചെയ്യും. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം ചെലവേറിയ ഒരു പ്രോസസ് ആണ്. അപ്പൊ അതിന് നല്ലത് എന്താണ്, ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എക്സസ് ആയിട്ട് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവരെ വേണമെങ്കിൽ നിലവിലുള്ള വേക്കൻസിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം അല്ലെ. അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി അവർ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളുമായിട്ടും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്, ആൻഡ് ഇവാലുവേറ്റിംഗ് പോസിബിലിറ്റി ഓഫ് ഇന്റർചേഞ്ചിങ് വിത്ത് ദ എക്സിസ്റ്റിംഗ് വാക്കൻസി ഓഫ് അനദർ ഡിപ്പാർട്ട്മെന്റ്. ഇനി it will also have an eye upon the utilization of human resources as per the existing patient staff ratio with an eye on financial aspect. ആ existing patient staff ratio എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം, ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് അണ്ടർലൈൻ ചെയ്യാം. നമ്മൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എക്സസ് സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവരെ വേണമെങ്കിൽ നിലവിലുള്ള വാക്കൻസിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ വെറുതെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യും. ഒന്ന് എന്താണ്, എക്സിസ്റ്റിംഗ് പേഷ്യന്റ് സ്റ്റാഫ് റേഷ്യോ, നിലവിലുള്ള പേഷ്യന്റ് സ്റ്റാഫ് റേഷ്യോ. മറ്റൊന്ന് ഫിനാൻഷ്യൽ ആസ്പെക്ട്, സാമ്പത്തികമായിട്ടുള്ള വശം. ഈ രണ്ട് കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് തീരുമാനിക്കാനായിട്ട്. വെറുതെ കുറച്ച് ആളുകൾ അവിടെ ഉണ്ട്, കൂടുതൽ ആളുകളുണ്ട്, അവരെ വിളിച്ച് ഈ ഒരു വാക്കൻസിയിലോട്ട് ഇടാം എന്ന് പറഞ്ഞാൽ അങ്ങനെ എളുപ്പം നടക്കില്ല. അതിനു മുമ്പ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും പേഷ്യന്റ് ടു സ്റ്റാഫ് റേഷ്യോ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെ എക്സസ് ഉള്ള സ്റ്റാഫുകൾ നമ്മൾ പുതിയ വാക്കൻസിയിൽ കൊണ്ടുവരുമ്പോ അവിടെ ആ ഡിപ്പാർട്ട്മെന്റിലെ ആ പേഷ്യന്റ് സ്റ്റാഫ് റേഷ്യോ കുറഞ്ഞു പോകാനായിട്ട് പാടില്ല. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിലവിൽ തന്നെ പേഷ്യന്റ് സ്റ്റാഫ് റേഷ്യോ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതോടൊപ്പം ഫിനാൻഷ്യൽ ആസ്പെക്ട് നോക്കണം. കാര്യം നമ്മൾ ഒരാളെ പുതിയൊരു റോളിലോട്ട് കൊണ്ടുവരുമ്പോ അവരുടെ ആ ഒരു സാലറി സ്കെയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അത് അഫോർഡ് ചെയ്യാനായിട്ട് സ്ഥാപനത്തിന് കഴിയണം. അപ്പൊ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ആസ്പെക്ടുകളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കൊരു ഷിഫ്റ്റിംഗ് അവിടെ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് ആ ഒരു ഷിഫ്റ്റിംഗ് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന് എക്സിസ്റ്റിംഗ് പേഷ്യന്റ് സ്റ്റാഫ് റേഷ്യോ, മറ്റൊന്ന് ഫിനാൻഷ്യൽ ആസ്പെക്ട്. ഓക്കെ, ഇനി എന്താണ്, ഡ്യൂറിംഗ് ദാറ്റ് HR പ്രോസസ് an equilibrium can be maintained by reshuffling the process. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു എക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ കാര്യമാണ്. ഫിനാൻഷ്യൽ ആസ്പെക്റ്റും അതുപോലെ എക്സിസ്റ്റിംഗ് പേഷ്യന്റ് സ്റ്റാഫ് റേഷ്യോ തമ്മിൽ ബാലൻസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഷഫ്ലിംഗ് പ്രോസസ് അവിടെ നടത്തുന്നത് കേട്ടോ. ഓക്കെ, in such cases the talent acquisition intents are summarily rejected for the new recruitment. അങ്ങനെ വരുമ്പോ പുതിയ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് നടത്തുന്ന ആ ഒരു റിക്വസ്റ്റ്, ആ ഒരു ഇന്റന്റ് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. കാര്യം പുതിയ ആളെ റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. നിലവിലുള്ള സ്റ്റാഫുകളെ വെച്ച് തന്നെ നമുക്ക് ആ വാക്കൻസി ഫില്ല് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പുതിയൊരു റിക്രൂട്ട്മെന്റ് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു റിക്വസ്റ്റ്, ആ ഒരു ഇന്റന്റ് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ റിജക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, if it is not an emergency in nature, the recruitment process can be delayed for another couple of months. അതുപോലെ നിലവിലുള്ള വാക്കൻസി അർജന്റ് അല്ലാന്ന് വിചാരിക്കുക, എമർജൻസി അല്ലാത്തൊരു വാക്കൻസി ആണെങ്കിലും ചിലപ്പോ ഈ പറയുന്ന എന്താണ് ഈ വാക്കൻസി ഡിലേ ചെയ്യാൻ വീണ്ടും കുറച്ചധികം മാസങ്ങൾ സമയമെടുക്കുന്നതാണ് പറയുന്നത്. പെട്ടെന്നുള്ള റിക്വയർമെന്റ് ഒക്കെ ആണെങ്കിലാണ് നമ്മൾ ഉടനടി തന്നെ വാക്കൻസി ഫില്ല് ചെയ്യുന്നത്. ഇപ്പൊ അതല്ല, അതിന് സമയമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചിലപ്പോൾ വൈകിയേക്കാം എന്നാണ് പറയുന്നത് കേട്ടോ.
However, if the request is found genuine based on the HR audit, the initial process for recruitment starts. അങ്ങനെ ആ റിക്വസ്റ്റ് ജെനുവിൻ ആണെന്ന് ബോധ്യപ്പെട്ടാൽ HR ഓഡിറ്റ് നടത്തിയിട്ടാണ് അവർ തീരുമാനിക്കുന്നത്. അങ്ങനെ ഓഡിറ്റിങ്ങിലൂടെ ആ റിക്വയർമെന്റ് ജെനുവിൻ ആണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ റിക്രൂട്ട്മെന്റ് അവിടെ നടത്തുകയാണ് കേട്ടോ. But such intentions from all the departments are processed in a single structure to reduce the risk of administrative expenses involved in the manpower, time and resources. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന റിക്വസ്റ്റുകൾ ഉണ്ടല്ലോ. പുതിയ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് പല പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഇത് വരുന്നുണ്ടാവാം, ഇന്റന്റ് വരുന്നുണ്ടാവാം, റിക്വസ്റ്റ് വരുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള റിക്വസ്റ്റുകളെല്ലാം തന്നെ ഒരു ഒറ്റ സ്ട്രെച്ചിൽ തന്നെ അവർ കണക്ട് ചെയ്ത് അതിന് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകും. കാര്യം എന്താണെന്ന് അറിയാമോ? നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ടു റെഡ്യൂസ് ദ ടൈം, അതുപോലെ തന്നെ റിസോഴ്സസ് ആൻഡ് മണി, പണം അതുപോലെ സമയം റിസോഴ്സ് ഒക്കെ പരമാവധി സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരമാവധി നമ്മൾ സിംഗിൾ സ്ട്രെച്ചിൽ തന്നെ കണ്ടെത്താൻ ശ്രമിക്കും. ഇപ്പൊ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസി വരുമ്പോൾ അതിന് ഇൻഡിവിജ്വൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോഴത്തെ കുഴപ്പം എന്താണെന്ന് അത് ചെലവ് കൂടുതലായിരിക്കും. അതേസമയം മൊത്തത്തിൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ എന്തൊക്കെ വേക്കൻസികൾ വരുന്നുണ്ടോ അതെല്ലാ വിവരങ്ങളും നമ്മൾ ഒരുമിച്ച് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ റിക്രൂട്ട്മെന്റ് നടത്താം. ഒരുമിച്ച് നമുക്ക് ഒരു സിംഗിൾ സ്ട്രെച്ചിൽ വേണമെങ്കിൽ റിക്രൂട്ട്മെന്റ് നടത്താം. അങ്ങനെ റിക്രൂട്ട്മെന്റ് നടത്തുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ സേവ് ചെയ്യാൻ പറ്റും? മണി സേവ് ചെയ്യാൻ പറ്റും, ടൈം സേവ് ചെയ്യാൻ പറ്റും, റിസോഴ്സസും മറ്റും നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതോ ഇതാണ് അവിടെ പറയുന്നത്. ഇനി നോർമലി the intents of departments are collected and scrutinized every month so that a monthly schedule for recruitment is maintained to reduce the process, cost and consequences, except under exceptional circumstances where there is an urgent requirement. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന ഇന്റന്റിനെ ഒരുമിച്ച് കളക്ട് ചെയ്തിട്ട് അത് സൂക്ഷ്മ പരിശോധന നടത്തും. ഓരോ മാസവും പരിശോധന നടത്തി നമ്മളൊരു മന്ത്ലി ഷെഡ്യൂൾ ഫോർ റിക്രൂട്ട്മെന്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ഓരോ മാസത്തിനും വേണ്ട റിക്രൂട്ട്മെന്റ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കും. അങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, റിസോഴ്സ് സേവ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ. ആക്സെപ്റ്റ് അണ്ടർ എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസസ് there is an urgent requirement. അതേസമയം അർജന്റ് റിക്വയർമെന്റ് ഒക്കെ വന്നിട്ടുള്ള കേസുകളാണെങ്കിൽ നമ്മൾ ഇതൊന്നും ഫോളോ ചെയ്യുന്നുണ്ടോ? പെട്ടെന്ന് ഫീൽ ചെയ്യേണ്ട ഒരു അർജന്റ് റിക്വയർമെന്റ് ഒക്കെ ആണെങ്കിൽ ഉടനടി തന്നെ നമ്മൾ എന്ത് ചെയ്യും? റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും ഇന്ത്യന്റെ ഒക്കെ കളക്ട് ചെയ്ത് അതിനെ സോർട്ട് ചെയ്ത് തിരിച്ച് സമയം എടുത്തിട്ട് നമ്മൾ ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടത്തും കേട്ടോ. പക്ഷെ അർജന്റ് കേസ് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളൊക്കെ കൺസിഡർ ചെയ്യില്ല, ഉടനടി തന്നെ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതാണ് അവിടെ ക്ലിയർ ആയല്ലോ? പഠിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ റിക്രൂട്ട്മെന്റ് ഫേസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു ഡിപ്പാർട്ട്മെന്റിൽ വാക്കൻസി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് HR മാനേജർ അറിയിക്കുന്നതോട് കൂടിയിട്ടാണ് പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ്. അങ്ങനെ നമ്മൾ HR അഡ്മിനിസ്ട്രേറ്ററിനെ എങ്ങനെ അറിയിക്കണം? HR മാനുവലിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലാണ്, റിട്ടേൺ ഫോർമാറ്റിലാണ് നമ്മൾ ആ ഒരു വാക്കൻസി ആരെ അറിയിക്കേണ്ടത്? HR മാനേജർ അഡ്മിനിസ്ട്രേറ്ററിനെ അറിയിക്കുന്നത്. അതെങ്ങനെ അറിയിക്കണം? അതത് ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളും റിപ്പോർട്ടിംഗ് ഓഫീസറും ഓതറൈസ്ഡ് ആയിട്ട് അവരുടെ സിഗ്നേച്ചറോട് കൂടിയിട്ടായിരിക്കണം ആ ഒരു ഇന്ത്യൻ HR അഡ്മിനിസ്ട്രേറ്ററിന്റെ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ HR ഡിപ്പാർട്ട്മെന്റ് HR മാനേജറിന്റെ കയ്യിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? അതിന് ജെനുവിനിറ്റി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഇന്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യും. അങ്ങനെ ജെനുവിനിറ്റി ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അവര് റിക്രൂട്ട്മെന്റിനായിട്ടുള്ള പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം അവർ എന്ത് ചെയ്യും? മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എക്സസ് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നിട്ട് ഒരു ഈ പറയുന്ന പേഷ്യന്റ് എന്താണ് സ്റ്റാഫ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഫിനാൻഷ്യൽ ആസ്പെക്ടിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അങ്ങനെ ഒരു റീഷഫ്ലിങ്ങിനാണ് അവർ ആദ്യം ചാൻസ് കൊടുക്കുക. അതിനാണ് ആദ്യം ഒരു പ്രയോറിറ്റി കൊടുക്കുക. കാര്യം പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യുമ്പോൾ അതിനതിൻ്റെതായ ചെലവുകളുണ്ട്. ഇനി അല്ലാത്ത പക്ഷം മാത്രമാണ് പുതിയ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇതെപ്പോഴും ഒരു സിംഗിൾ സ്ട്രക്ചർ റിക്രൂട്ട്മെന്റ് നടത്താം. അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് സ്കൂട്ടിനൈസ് ചെയ്തിട്ട് നമുക്ക് മണി അതുപോലെ തന്നെ ടൈം റിസോഴ്സസ് ഇതൊക്കെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? ഒന്ന് വായിച്ചു നോക്കി, എത്രയും ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആണോ എന്ന്?
ഇനി നമ്മൾ പറഞ്ഞല്ലോ ഒരു ഇന്ത്യൻ ഓർഡർ നമ്മൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്റന്റ് ഫോർ ദ ടാലന്റ് അക്വിസിഷൻ. ഇത് HR മാനുവലിന് ഇന്റന്റിന്റെ ഉള്ള ആ ഒരു ഫോർമാറ്റ് ആണ്. ഇങ്ങനെ ഒരുപാട് ഫോർമാറ്റുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അത് പഠിക്കുകയല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്റന്റ് ഫോർ ദ ടാലന്റ് അക്വിസിഷൻ. ഈ ഒരു ഫോർമാറ്റിലാണ് ഇന്റന്റ് ഓർഡർ കൊടുക്കേണ്ടത് കേട്ടോ. നോക്കി നെയിം ഓഫ് ദി ഇന്റന്റർ. ഇന്റന്ററിന്റെ പേര് അവിടെ പരാമർശിക്കുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് മാട്രിക്സ് റിപ്പോർട്ട് ചെയ്യുന്നത്, ആരാണ് റിക്രൂട്ട്മെന്റിന് വേണ്ടി ഇന്റന്റ് കൊടുക്കുന്നത്, അയാളുടെ പേര്. ഓക്കെ, നെയിം ഓഫ് ദ ഇന്റന്റർ. ഡേറ്റ് ഓഫ് ഇന്റന്റ്, ഇന്റന്റ് കൊടുക്കുന്ന ഡേറ്റ്. പർപ്പസ് ഓഫ് ഇന്റന്റ്, ഇന്റന്റിന്റെ പർപ്പസ് എമർജൻസി ആണോ, അതോ നോർമൽ വാക്കൻസിക്ക് വേണ്ടിയിട്ടാണോ, അതൊരു ഫ്യൂച്ചർ റിക്വയർമെന്റിന് വേണ്ടിയിട്ടുള്ള ഇന്റന്റ് ആണോ, എന്താണുള്ളത് അവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. പിന്നെ ഡയറക്ഷൻസ് ഫ്രം. ഓക്കെ, പിന്നെ as per our current requirement kindly provide the following talents. അതായത് ആ റിക്വയർമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് രേഖപ്പെടുത്താനായിട്ട് ഒരു ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡെസിഗ്നേഷൻ, അതായത് ജോബ് ടൈറ്റിൽ, ഏത് ജോബ് റോളിലേക്കാണ്, എക്സ്പീരിയൻസ് റിക്വയർഡ്, എന്ത് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്, നമ്പർ, ദാറ്റ് മീൻസ് നമ്പർ ഓഫ് പൊസിഷൻസ്, അത് എത്രത്തോളം വാക്കൻസികൾ അവിടെ ഉണ്ട്, ഓരോ ജോബ് റോളിലും എത്ര വാക്കൻസികൾ ഉണ്ട്. Then intended salary, that means proposed salary of the job role. ആ ഒരു പർട്ടിക്കുലർ ജോബ് റോളിന് പ്രപ്പോസ് ചെയ്ത സാലറി എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ രേഖപ്പെടുത്താം. ഓക്കെ, ദെൻ വരുന്നത് അപ്രൂവൽ ആണ്. അപ്രൂവൽ ആരുടെയാണ്? അപ്രൂവൽ ബൈ HOD. HODയുടെ അപ്രൂവൽ വേണം, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ അപ്രൂവൽ ബൈ ജനറൽ മാനേജർ ഓഫ് HR മാനേജറുടെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. അപ്രൂവ് ബൈ ചെയർമാൻ. ഓക്കെ, ഇത്രയും പേരുടെ അപ്രൂവലോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇന്റന്റ് പ്രൊസീഡ് ചെയ്യുന്നത് കേട്ടോ. HODയുടെ ആ ഒരു അപ്രൂവലോട് കൂടിയിട്ട് HR മാനേജർ കഴിഞ്ഞു. HR മാനേജർ അത് നോക്കി അതിന്റെ ജെനുവിനിറ്റി ഉറപ്പ് വരുത്തിയതിനു ശേഷം അദ്ദേഹം അപ്രൂവ് ചെയ്യും, ചെയർമാൻ അപ്രൂവ് ചെയ്യും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ റീസൺ ഫോർ റിജക്ഷൻ, അതായത് ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് ഡിനൈ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് ഡിനൈ ചെയ്തു എന്നുള്ള ആ ഒരു റീസണും കൂടെ അവിടെ എഴുതി. അതാണ് റീസൺ ഫോർ റിജക്ഷൻ. ഇഫ് ദ റിക്വസ്റ്റ് ഈസ് ഡിനൈഡ്, എന്തെങ്കിലും കാരണവശാൽ റിക്വസ്റ്റ് ഡിനൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്നുള്ളത് കൂടെ കൃത്യമായിട്ട് പരാമർശിച്ചിരിക്കണം. ലാസ്റ്റ് വരുന്നത് ഒഫീഷ്യൽ ഫോർമാലിറ്റി ആണ്. ദാറ്റ് മീൻസ് ലോജിസ്റ്റിക്സ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. ഡീറ്റെയിൽസ് ഓഫ് ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസ്, അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ്, അപ്രൂവൽ ബൈ ചെയർമാന്റെ. ഇത്രയും കാര്യങ്ങളാണ്. ഇതാണ് ഒരു ഇന്റന്റിന്റെ ഒരു ഫോർമാറ്റ് ആണ്. HR മാനുവലിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ്. ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം എന്ത് ചെയ്യുന്നത്, നമ്മുടെ വാക്കൻസികളെ HR മാനേജറിന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഇന്ന് 12 മണി വരെ ക്ലാസ്. ഇത്രയും ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായോ? അടുത്ത കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നല്ലപോലെ വായിക്കാം. വീണ്ടും പറയുകയാണ്, ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അത് പ്രത്യേകിച്ച് ഒരു PGയിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റുകൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. Hello, good evening, madam. Good afternoon, ma'am. മാം ആക്ച്വലി ഇപ്പൊ ഇന്ന് പഠിപ്പിച്ച നമ്മളെ HR മാനേജ്മെന്റ്, പക്ഷെ എനിക്ക് കിട്ടിയ മോഡ്യൂല് എന്തായാലും ഡിഫറെന്റ് ആണല്ലോ. അതാരുമായിട്ട് ഇനിയിപ്പോ കോണ്ടാക്ട് ചെയ്യണ്ടേ? എനിക്ക് ക്ലിയർ ആവുന്നില്ല, എന്താണ് പറയുന്നത്? ഇന്ന് പഠിപ്പിച്ച ക്ലാസ് HR കുറിച്ച് ഞാൻ ഇപ്പം കണ്ടു, പക്ഷെ എനിക്ക് കിട്ടിയ മോഡ്യൂല് വേറെയാണ്. പഠിപ്പിച്ച ഇതേ അല്ല. ഇന്ന് പഠിപ്പിച്ചതല്ല എനിക്ക് കിട്ടിയ ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ അത് തന്നെ നമ്മൾ ആരെ കോണ്ടാക്ട് ചെയ്യണം? ഓക്കെ, ഓഫീസിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ലിജോ ഞാൻ പറയാട്ടോ, ഇവിടെ പറയാട്ടോ. ഓക്കെ, ലിജോനെ കോണ്ടാക്ട് ചെയ്തു കേട്ടോ.
എച്ച് ഒക്കെ ഏജസ് അല്ലേ? ഓക്കെ, Yeah. നെക്സ്റ്റ് ക്ലാസ് അല്ലേ? ഓക്കെ താങ്ക് യു. ഓക്കെ, എന്നാ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ്. Thank you, Miss. Thank you, Miss.